വന്ദനായ പി കെ കോശിയച്ചൻ, ചെങ്ങന്നൂർ ഭദ്രാസനത്തിന്റെ ഹ്യൂമൻ എംപവർമെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതല വഹിക്കുന്ന വന്ദനായ ഡോക്ടർ റെന്നി തോമസ് അച്ഛൻ, ഈ അനുഗ്രഹീതമായ ചടങ്ങിൽ പ്രത്യേകിച്ച് ഇന്നത്തെ മുഖ്യ റിസോഴ്സ് പേഴ്സണായിട്ട് നമ്മളോടൊപ്പമുള്ള മിസസ് മീര ബി, മറ്റ് സഹോദരങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹവന്ദനം. ഇതൊരു വലിയ പദ്ധതിയായിരുന്നു. വാസ്തവത്തിൽ ഡോക്ടർ റെന്നി തോമസ് അച്ഛൻ്റെ ഒരു ബ്രെയിൻ ചൈൽഡാണ് ഈ പ്രോഗ്രാം. അച്ഛൻ ഇപ്പോൾ നിങ്ങൾക്കൊക്കെ അറിവുള്ളതുപോലെ വളരെ മനോഹരമായി പ്രത്യേകിച്ച് ഈ ഹ്യൂമൻ എംപവർമെന്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൗൺസിലിംഗ് സെഷനിലൊക്കെ ഡീൽ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ വ്യത്യസ്ത മേഖലകളിലെ അദ്ദേഹത്തിന്റെ പ്രാവീണ്യവും പരിചയവും ഒക്കെ ഒന്നിച്ചു വെച്ചുകൊണ്ടാണ് ഞങ്ങളുടെ കോർ സെഷനിൽ ഇതുപോലെ ഡിസ്കഷൻ ഉണ്ടായത്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പദ്ധതിയായിട്ട്, ഒരു പഠന പദ്ധതിയായിട്ടാണ് ഇത് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. വാസ്തവത്തിൽ ലൈഫ് സ്കിൽ ഡെവലപ്മെന്റ്, ലൈഫ് സ്കിൽ ട്രെയിനിങ് പ്രോഗ്രാം. പ്രത്യേകിച്ച് അത് പ്രായവ്യത്യാസമില്ല, മേഖലാ വ്യത്യാസമില്ല. ഒരു പുരോഹിതന് വേണം, ഒരു അധ്യാപകന് വേണം, ഒരു വീട്ടമ്മയ്ക്ക് വേണം, ഒരു യുവാവിന് വേണം, ഒരു വിദ്യാർത്ഥിക്ക് വേണം. എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള വ്യത്യസ്തമായ മോഡ്യൂളുകൾ കൃത്യമായിട്ട്, ആദ്യം കൂടുതൽ മോഡ്യൂളുകൾ ഉണ്ടെങ്കിൽ അത് 10 മോഡ്യൂളുകളായിട്ട് നമ്മൾ കുറച്ചു വെച്ചു. എന്നിട്ട് അത് മാസത്തിലൊരിക്കലുള്ള ഒരു സെഷനായിട്ട് അനുഗ്രഹത്തോടെ ആരംഭിച്ചു. കഴിഞ്ഞ ജൂലൈ മാസം 14-ാം തീയതിയാണ് വാസ്തവത്തിൽ ആദ്യത്തെ സെഷൻ ആരംഭിച്ചത്. ആദ്യത്തെ സെഷൻ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പ്ലാറ്റ്ഫോം കുറച്ചുകൂടെ വിശദമാക്കണമെന്ന് പോലും തോന്നി. കാരണം 100 പേരുടെ പ്ലാറ്റ്ഫോമിൽ തുടങ്ങിയപ്പോൾ 100-ലധികം പേരുകൾ വന്നപ്പോൾ അത് വലുതാക്കണമെന്ന് തോന്നി. പക്ഷെ നമ്മുടെ ആളുകളാണല്ലോ, എത്ര അമൃത് കൊടുത്താലും അതിനൊന്നും വലിയ അക്സെപ്റ്റൻസ് ഇല്ലാതെ വന്നു. പക്ഷേ എങ്കിൽ പോലും 80, 70, 90, 100 ഒക്കെ ആളുകൾ. ഇത് 2 സംഘടനകളാണ്. 2 സംഘടനകൾ എന്ന് പറയുന്നില്ല, ചെങ്ങന്നൂർ ഭദ്രാസനത്തിന്റെ ഹ്യൂമൻ എംപവർമെന്റ് ഡിപ്പാർട്ട്മെന്റും ഒപ്പം MGOCSM-ഉം ഓർത്തഡോക്സ് യുവന പ്രസ്ഥാനവും, അത് നമ്മുടെ സെന്റ് ഗ്രിഗോറിയോസ് ബഥാന്യ ഓർത്തഡോക്സ് ചർച്ചാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ അവിടുത്തെ വികാരിയോട് ആയതുകൊണ്ട് ഇത് രണ്ടും കൂടെ കോർഡിനേറ്റ് ചെയ്യുന്നതുകൊണ്ട് എളുപ്പമാണ്. അപ്പോൾ ആ നിലയിലാണ് ഈ അനുഗ്രഹകരമായ ചടങ്ങ് നിർവഹിക്കപ്പെടുന്നത്. അതിനകത്തെ വ്യത്യസ്തമായ സെഷനുകളാണ്. അത് തുടങ്ങിയത് തന്നെ സെൽഫ് അവെയർനെസ്സിനെ കുറിച്ചായിരുന്നു. അതിനുശേഷം കോപ്പിംഗ് വിത്ത് ഇമോഷൻസ്, അത് വളരെ അത്യാവശ്യമുള്ള, ചെറുപ്പക്കാർക്കൊക്കെ ആവശ്യമുള്ളതാണ്. അതുപോലെ തന്നെ അതിനുശേഷം പ്രോബ്ലം സോൾവിങ്ങിനെ സംബന്ധിച്ചുണ്ടായിരുന്നു. അതിനുശേഷം ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനെ സംബന്ധിച്ച് നടത്തി, എംപതിയെ സംബന്ധിച്ചുള്ള ഒരു സെഷൻ നടത്തി. ക്രിട്ടിക്കൽ തിങ്കിങ് എങ്ങനെയായിരിക്കണം, ഓരോ കാര്യങ്ങൾ ആലോചനകൾ എങ്ങനെയായിരിക്കണം അതിനെ സംബന്ധിച്ചുള്ളത്, ഇന്റർ പേഴ്സണൽ റിലേഷൻഷിപ്സിനെ സംബന്ധിച്ച് നടത്തി, ക്രിയേറ്റീവ് തിങ്കിങ്ങിനെ സംബന്ധിച്ച് നടത്തി. ഏറ്റവും ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം. എല്ലാ തലങ്ങളിലും മേഖലകളിലും ഇന്ന് മനുഷ്യൻ നേരിടുന്ന ആനുകാലിക ജീവിത പ്രശ്നങ്ങളെ കൃത്യതയോടെ അഡ്രസ് ചെയ്യത്തക്ക രീതിയിലാണ് പ്ലാൻ ചെയ്ത്. ഇന്നത്തേതാണ് ഏറ്റവും ഫൈനൽ ഡിസിഷൻ മേക്കിംഗ്. നമുക്ക് ഏറ്റവും ഉദാഹരണമുള്ളത് ഈ കഴിഞ്ഞ ദിവസം സ്വന്തം അപ്പൻ വെടിയേറ്റപ്പോൾ 2 കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവരെങ്ങനെ ഡിസൈഡ് ചെയ്യണം. അപ്പോൾ പെങ്കൊച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്, വളരെ മനോഹരമായിട്ട് പറഞ്ഞു. എൻ്റെ അപ്പൻ എന്നെ പഠിപ്പിച്ചു, ക്രിട്ടിക്കൽ കണ്ടീഷൻ, വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സാഹചര്യം വരുമ്പോൾ എങ്ങനെ അഡ്രസ്സ് ചെയ്യണം. അതാണ് എനിക്കൊരു മോട്ടിവേഷൻ ആയത്. ഒരുപക്ഷെ അപ്പന്റെ മൃതശരീരത്തിൽ തൂങ്ങിപ്പടന്ന് കരഞ്ഞെങ്കിൽ ഒരുപക്ഷെ അവളും വെടിവെക്കപ്പെട്ടു, ആ കുഞ്ഞുങ്ങളും അനാഥപ്പെട്ടു പോകാനും. ആ ട്രോമ അത് അഡ്രസ്സ് ചെയ്യാൻ അവരെടുത്ത ഡിസിഷനാണ്. ഇപ്പൊ തൽക്കാലം എൻ്റെ അപ്പൻ കടന്നുപോയി എങ്കിൽ പോലും എൻ്റെ കുഞ്ഞുങ്ങളെ, അവരുടെ ജീവൻ രക്ഷിക്കുവാൻ സുരക്ഷിതമായ ഇടത്ത് എത്തിക്കുക. അവൾ വളരെ കൃത്യതയോടുകൂടി അത് അഡ്രസ്സ് ചെയ്ത്. ഞാൻ പറഞ്ഞ ഡിസിഷൻ മേക്കിംഗ് വളരെ നിർണായകമാണ് ഏത് മേഖലകളിലും. ഞങ്ങൾ വൈദികർ പലപ്പോഴും പരാജയപ്പെടുന്ന ഇടമാണ്, സാധാരണ മനുഷ്യർ പരാജയപ്പെടുന്ന ഇടമാണ്. അപ്പൊ അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് ഇങ്ങനെയുള്ള വളരെ കൃത്യതയോടുകൂടിയുള്ള മനോഹരമായ പ്രായോഗികമായ പ്രാക്ടിക്കലായ ലൈഫ് സ്കിൽ തന്നെയാണ്. അത് വാസ്തവത്തിൽ വൈദികർക്ക് മാത്രമായിട്ട് എക്സ്ക്ലൂസീവായിട്ട് ചിന്തിച്ചപ്പോൾ അതിനേക്കാൾ ഇഫക്റ്റീവാണ്. മറ്റുള്ളവരെ എല്ലാം ചേർത്ത് നിർത്തുന്ന, പ്രത്യേകിച്ച് ഈ കാലഘട്ടം അനിവാര്യമായിട്ടുള്ളൊരു വിഷയത്തിലാണ് കൂടുതൽ വിശ്രുതമാക്കാൻ തക്കവണ്ണം ഇനി മേലിൽ സാധിക്കട്ടെ എന്ന് ചിന്തിക്കുകയാണ്. അത് റെന്നി തോമസ് അച്ഛൻ വളരെ കൃത്യതയോടെ അതിന്റെ പ്ലാനിങ് നടത്തി. അദ്ദേഹത്തിന്റെ വ്യക്തിബന്ധങ്ങൾ, പ്രത്യേകിച്ച് ഈ മേഖലയിൽ അദ്ദേഹം വർക്ക് ചെയ്യുന്നതുകൊണ്ട് റിസോഴ്സ് പേഴ്സൺ ഒക്കെ വലിയ പ്രതിഫലേച്ഛ കൂടാതെ തന്നെ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള റിസോഴ്സ് പേഴ്സണെ സമയാസമയങ്ങളിൽ കണ്ടെത്തുവാൻ സാധിച്ചു. അതിൽ നമ്മുടെ അച്ഛന്മാരുണ്ടായിരുന്നു, ലെയ്മൻ ഉണ്ടായിരുന്നു, സെക്കുലർ ആയിട്ടുള്ള മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള ആളുകളുണ്ട്. അപ്രകാരമുള്ള ഒരാളാണ് മീര തോമസ്. മീര ബിയെ ബഹുമാനപ്പെട്ട റെന്നി തോമസ് അച്ഛൻ പരിചയപ്പെടുത്തിക്കോളും. അതുകൊണ്ട് ഞാൻ ആ മേഖലയിലേക്ക് പോകുന്നില്ല. ഔപചാരികമായിട്ട് എല്ലാവർക്കും സ്വാഗതം ചെയ്യാം. ഇടമെത്രാപ്പൊലീത്ത തിരുമനസ്സുകൊണ്ട് ഇത് വളരെ കൃത്യതയോടുകൂടി താല്പര്യമുള്ള അദ്ദേഹം ഉദ്ഘാടനം ചെയ്ത് ഇത് ആരംഭിച്ചത്. ഇത് വാസ്തവത്തിൽ പല സെഷനിലും അദ്ദേഹം കയറുന്നുണ്ടായിരുന്നു, അതിന് കമന്റ്സ് പറയുന്നുണ്ടായിരുന്നു, അതിനെ നമുക്ക് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു. അവർക്കെല്ലാം ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുവാൻ, പ്രത്യേകിച്ച് അറ്റൻഡൻസ് ഇന്ന് അച്ഛൻ ഇത് ക്ലിയർ ചെയ്തതിന് ശേഷം 7 അതിലധികമോ, അത് ചിലപ്പോൾ 6 വരെ ആകാം, കണ്ടിന്യൂസ് ആയിട്ട് സംബന്ധിച്ചിട്ടുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് തിരുമേനിയുടെ കയ്യൊപ്പോടുകൂടിയുള്ള സർട്ടിഫിക്കറ്റ് അവർക്ക് വിതരണം ചെയ്യുന്നുണ്ട്. ആ നിലയിലൊക്കെ തിരുമേനി ഇതിനെ പ്രോത്സാഹിപ്പിച്ചു. ഇത് വൈദികർക്ക് മാത്രമെന്ന് ആദ്യം ചിന്തിച്ചെങ്കിലും
എല്ലാവർക്കുമായിട്ട് ഓപ്പൺ ചെയ്യുകയായിരുന്നു വാസ്തവത്തിൽ. ഇനി അത് വരും കാലങ്ങളിൽ അത് ഓരോ മേഖലകൾ തിരിച്ച് അതിനുള്ള ക്രമീകരണം ചെയ്യും. അഭിനന്ദ പിതാവിനോടുള്ള ഭക്തി ആദരവ്, പ്രത്യേകിച്ച് നമ്മുടെ സംഘടനയുടെ ഹ്യൂമൻ എംപവർമെന്റ് ഡിപ്പാർട്ട്മെന്റ് പ്രസിഡന്റും ഭദ്രാസന മെത്രാപ്പോലീത്താണല്ലോ, സന്തോഷത്തോടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യും. അദ്ദേഹം ഇപ്പൊ കോട്ടയത്താണെങ്കിലും ഏതെങ്കിലും സമയത്ത് കയറും എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളത് പ്രതീക്ഷിക്കുക. ഇത് ഇന്ന് ഔപചാരികമായിട്ട് ഇതിന്റെ ഒരു 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 മുഖ്യ സന്ദേശം നൽകുന്നത് നമ്മുടെ ഭദ്രാസനത്തിന്റെ സെക്രട്ടറി, ഞങ്ങൾക്കൊക്കെ ജ്യേഷ്ഠ സഹോദരനുമായിരിക്കുന്ന വന്ദനായ PK കോശിയച്ചനാണ്. ഏത് കാര്യത്തിലും നമുക്ക് പ്രോത്സാഹനമുള്ളൊരു ഘടകമാണ്. എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ അതിന് പുറംതിരിഞ്ഞു നിന്നാൽ നമ്മൾ നിരാശപ്പെടും. ഇതല്ല, നിങ്ങൾ മുമ്പോട്ട് പോവുക, എല്ലാ പ്രോത്സാഹനം ഏത് കാര്യത്തിലും. ഇന്നും അദ്ദേഹം ഞായറാഴ്ചയാണ് എല്ലാ കാര്യങ്ങളുടെയും കൃത്യബാഹുല്യങ്ങൾക്ക് നടുവിൽ ഈ സെഷനിൽ പ്രത്യേകിച്ച് ഇതുപോലെയുള്ള പ്ലാറ്റ്ഫോമിലൊക്കെ കയറി ഇടപെടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹം കൃത്യതയോടുകൂടി അത് സംബന്ധിക്കുകയും നമ്മളെക്കാൾ നേരത്തെ കയറുകയും ചെയ്തു. അച്ഛൻ ഞങ്ങൾക്ക് തരുന്ന നല്ല പ്രോത്സാഹനത്തിനും പ്രത്യേകിച്ച് സംഘടനയോടൊക്കെ കാട്ടുന്ന നന്ദിക്കുമായിട്ട് സന്തോഷം അറിയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അച്ഛനെ ആദരപൂർവ്വം സന്തോഷത്തോടെ പ്രാർത്ഥനാപൂർവ്വം ഈ അനുഗ്രഹീതമായ ചടങ്ങുകളിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് മുഖ്യ പ്രഭാഷണം നടത്തുന്ന മീരാബിയെ ബഹുമാനപ്പെട്ട അച്ഛൻ പരിചയപ്പെടുത്തിക്കൊണ്ട് സ്വാഗതം ചെയ്യുന്നുള്ളതുകൊണ്ട് എന്ന് കടക്കുന്നില്ല. ഏകദേശം ഇതിനകത്ത് ഇപ്പോഴ് നമുക്ക് 41 പേര് ഇതിനകം തന്നെ കയറിയിട്ടുണ്ട്. ഐ അപ്രീഷിയേറ്റ്. ബഹുമാനപ്പെട്ട അച്ഛന്മാര് പലരും ഉണ്ട്. അവരെയൊക്കെ വ്യക്തിപരമായിട്ട് പിൻപോയിന്റ് ചെയ്തുകൊണ്ട് പിന്നീട് നമുക്ക് സ്വാഗതം പറയാം. റെനി തോമസിനോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട PK കോശിയച്ചൻ കൂടാതെ ഞാൻ പെട്ടെന്ന് കാണുന്നില്ല. അച്ഛന്മാരുടെ ലിസ്റ്റ് നോക്കിയിട്ട് ഞാൻ പറയാം. എൻ്റെ പ്ലാറ്റ്ഫോമിൽ ഇതിനകത്ത് കൃത്യമായിട്ട് വരുന്നില്ല. അവരെല്ലാവരെയും ഞാൻ അക്നോളജ് ചെയ്യുന്നു. ഭദ്രാസനത്തിന്റെ PRO ജോർജ് സാറുണ്ട്, അദ്ദേഹത്തോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇതിന് ഞങ്ങളോടൊപ്പം ഇനിഷ്യേറ്റീവ് എടുക്കുവാൻ താല്പര്യം കാണിച്ച MGOCSM-ന്റെയും OCYM-ന്റെയും കുറ്റൂർ ബഥാന്യ പള്ളിയിലെ ഞങ്ങളുടെ യുവസ്നേഹിതരെ പ്രത്യേകമായിട്ട് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ PK കോശിയച്ചൻ ആമുഖ മുഖ്യ സന്ദേശം നൽകിയതിന് ശേഷം ബഹുമാനപ്പെട്ട ഡോക്ടർ റെനി തോമസ് അച്ഛൻ മീരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് സെഷൻ ആരംഭിക്കും. സെഷൻ ഒരു 35-40 മിനിറ്റ് ഒറ്റ സ്ട്രെച്ചിൽ സെഷൻ പോയിട്ട് ഒരു 10 മിനിറ്റ് ആർക്കെങ്കിലും ഇന്ററാക്ഷൻ ഉള്ള സമയം നമുക്ക് കിട്ടും. നിങ്ങളുടെ ഫീഡ്ബാക്ക് കൊടുക്കാൻ സമയം കിട്ടും. മൊത്തത്തിൽ പ്രോഗ്രാമിനെ കുറിച്ചുള്ള അവലോകനത്തിനുള്ള അവസരം കിട്ടും. അതാണല്ലോ നമുക്ക് മുമ്പോട്ടുള്ള കാര്യത്തിന് അനുഗ്രഹകരമായ നടത്തിപ്പിന് അനിവാര്യമായിരിക്കുന്നത്. ബഹുമാനപ്പെട്ട PK കോശിയച്ചനെ ഈ ആമുഖ മുഖ്യ സന്ദേശം നൽകുന്നതിനായിട്ട് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. അച്ഛനെ പിൻ ചെയ്ത് കൊടുത്താട്ട് അപ്പൊ കുറച്ചുകൂടെ ആക്കിയിട്ടുണ്ട്. ഫൈൻ, പെർഫെക്റ്റ്. താങ്ക് യു. ഗോഡ് ബ്ലസ്. മേ സ്റ്റേ ബാക്ക്. നമ്മുടെ ഭദ്രാസനത്തിലെ ഹ്യൂമൻ എംപവർമെന്റ് സെഷന്റെ നേതൃത്വം വഹിക്കുന്ന വന്യ നൈനാൻ വി ജോർജ്, അതിന്റെ സെക്രട്ടറി ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട റെനി അച്ഛൻ, ഈ 10 സെക്ഷനിലായിട്ട് 10ാമത്തെ സെക്ഷനിലും പങ്കെടുക്കുന്ന ഇതിലെ എല്ലാ പ്രിയപ്പെട്ടവരും, നമ്മുടെ ഭദ്രാസനത്തിലെ ഒരു പ്രധാന വിഭാഗമാണല്ലോ ഹ്യൂമൻ എംപവർമെന്റ് സമിതി എന്ന് പറയുന്നു. അതിന്റെ നേതൃത്വത്തിലും നമ്മുടെ കുറ്റൂർ ബഥാന്യ ഇടവകയുടെ യുവജന പ്രസ്ഥാനത്തിന്റെയും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെയും നേതൃത്വത്തിൽ വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞ 9 സെഷനും പൂർത്തീകരിക്കുവാനായിട്ട് കഴിഞ്ഞു എന്നുള്ള സന്തോഷത്തോടെ ഓർക്കുന്നു. കഴിഞ്ഞ ജൂലൈയിൽ ആരംഭിച്ച ഈ സെഷന് 10ാമത്തെ സെഷനോടുകൂടെ സമാപിക്കുകയാണ്. ഡിസ്കിങ് എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട നൈനാനച്ഛൻ ഓർമ്മിപ്പിച്ചതുപോലെ ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിലെ ഒരു തീരുമാനമെടുക്കാൻ ആ യുവതിക്ക് സാധിച്ചു എന്നുള്ളത്. അതുപോലെ നമുക്ക് ഉണ്ടാകുന്നതായ പ്രയാസ ഘട്ടങ്ങളിൽ മുന്നോട്ട് എങ്ങനെ പോകും എന്ന് വിഷമിക്കുന്ന സന്ദർഭങ്ങളിൽ അതിനുള്ള ധൈര്യം, അതിനുള്ളതായ മുന്നോട്ട് കാൽ വയ്ക്കുവാനുള്ളതായ ആ ഒരു പ്രവർത്തന ശേഷി സമ്പാദിക്കുവാനായിട്ട് ഈ ഇതുപോലെയുള്ളതായ ക്ലാസ്സുകൾ മുഖാന്തരമാകും. ഇന്ന് ഏതു വിധേനയും മുന്നോട്ടുള്ള യാത്രയ്ക്ക് തടസ്സങ്ങൾ ഒരുപാടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് ഏത് ഗണത്തിൽപ്പെടുന്ന ആളുകൾക്കായാലും അവിടെയൊക്കെ ഒരു പടി മുന്നോട്ട് കടക്കുവാൻ തക്കവണ്ണം ആവശ്യമായിരിക്കുന്ന ഊർജം ലഭിക്കത്തക്കവണ്ണം ഈ വിധ പ്രവർത്തനങ്ങൾ മുഖാന്തരമാകുന്നു. പല വിഭാഗങ്ങളും നമ്മുടെ ഭദ്രാസനത്തിലും സഭയിലും ഉണ്ടെങ്കിലും ഇന്ന് ഏറ്റവും അത്യാവശ്യമായിരിക്കുന്ന ഒരു വിഭാഗമാണ് ഹ്യൂമൻ എംപവർമെന്റ് സെഷൻ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നു.
അതിലൂടെ അനേക നല്ല കാര്യങ്ങൾ ലഭ്യമാകുന്നതിൽ പ്രത്യേകമായിട്ടുള്ള സന്തോഷം അതിൻ്റെ പ്രവർത്തകരെ ഈ സന്ദർഭത്തിൽ അറിയിക്കും. ഇത് പങ്കാളികളായ ഓരോരുത്തർക്കും അഭിമന്യ തിരുമേനി വളരെ സന്തോഷത്തോടെ ഈ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് നേതൃത്വം നൽകുന്നു എന്നുള്ളത് കൂടുതൽ നമുക്ക് ഊർജം, നമ്മുടെ പ്രവർത്തനത്തിന്, മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് ഊർജം ലഭ്യമാകുന്നതാണ്. ആ ഒരു നിലയിൽ നമ്മുടെ പ്രവർത്തനം വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് ഇപ്പൊ ഈ 10ാമത്തെ സെഷനോടുകൂടെ അവസാനിക്കുന്നുവെങ്കിലും തുടർ പ്രോഗ്രാമുകളിൽ വളരെ ഭംഗിയായിട്ട് ഈ കാര്യങ്ങൾ നിർവഹിപ്പാൻ തക്കവണ്ണം ഇവിടെ ആകട്ടെ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. കാരണം ദീർഘമായി ഞാനല്ല സംസാരിക്കേണ്ടത്, 30-40 മിനിറ്റോളം മീര മാഡം അതിനെക്കുറിച്ച് പറയേണ്ടതായിട്ടുണ്ട്. പിന്നെ ഒന്നിച്ചുള്ളതായ കോൺവെർസേഷൻ നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വളരെ ഭംഗിയായിട്ട് ഈ കാര്യങ്ങൾ ആസൂത്രണം ചെയ്ത് ഇതിന് നേതൃത്വം നൽകുന്ന വന്യനായ നൈനാൻ ബി ജോർജസിനെയും ബഹുമാനപ്പെട്ട റെനി അച്ഛനെയും ഇതിലെ പങ്കാളികളായിട്ടുള്ള പ്രത്യേകിച്ച് കുറ്റൂർ ഇടവകയെയും, ചെറിയ ഇടവകയെങ്കിലും ആ ഇടവക ഈ കാര്യങ്ങളിൽ വളരെ ഉത്സാഹത്തോടെ പ്രവർത്തിക്കുന്നതിൽ ആ ഇടവകയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ഇത് പങ്കാളികളായിട്ടുള്ള എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. കൂടുതൽ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിപ്പാൻ അതാത് മേഖലകൾ, ഓരോരുത്തരും പ്രവർത്തിക്കുന്ന മേഖലകളിൽ ഭംഗിയായിട്ട് മുന്നേറുവാൻ തക്കവണ്ണം, ജീവിത ലക്ഷ്യം അത് പൂർത്തീകരിപ്പാൻ തക്കവണ്ണം ദൈവം കൃപ നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ച് ആശംസിച്ച് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട പി കെ കോശേഷനുള്ള സന്തോഷം, നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. തിരക്കുകൾക്കും പ്രത്യേകിച്ച് ഞായറാഴ്ചയുടെ ബുദ്ധിമുട്ടുകൾക്കും ഇടയിലും നമ്മളോടൊപ്പം ആയിരിക്കാൻ തക്കവണ്ണം കാണിക്കുന്ന സന്മനസ്സിനും ഞങ്ങളെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നതിലും കൃത്യമായിട്ടുള്ള സന്തോഷവും, പ്രത്യേകിച്ച് ഇത് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യാനും അതിന്റെ മുഖ്യ പ്രഭാഷണം നിർവഹിച്ചതിലും സന്തോഷം അറിയിക്കുന്നു. ഇപ്പോൾ വന്യനായ ഡോക്ടർ റെനി തോമസ് അച്ഛൻ ഔദ്യോഗികമായിട്ട് ഇന്നത്തെ മുഖ്യ റിസോഴ്സ് പേഴ്സൺ ആയിട്ടുള്ള മിസസ് മീര മേഡത്തെ പരിചയപ്പെടുത്തി സ്വാഗതം ചെയ്യും. അത്യാവശ്യമുള്ള ആമുഖ സന്ദേശങ്ങളും അദ്ദേഹം ആമുഖ കാര്യങ്ങളും അറിയിക്കുന്നുണ്ട്. ഓവർ ടു റെനി തോമസ് അച്ഛൻ. റെനി തോമസ് അച്ഛൻ, യു ക്യാൻ പ്രൊസീഡ്. ബഹുമാനപ്പെട്ട പി കെ കോശേച്ചൻ, ബഹുമാനപ്പെട്ട നയനാനച്ചൻ, ഈ ഓൺലൈൻ ലൈഫ് സ്കിൽസ് ട്രെയിനിങ് പ്രോഗ്രാമിന്റെ ഈ സെഷനുകളിൽ നിങ്ങളുടെ ഏവരുടെയും സഹകരണം വളരെ വലുതാണ്. ഒരു ആശയം ആലോചിച്ചിട്ട് അത് പല സമയങ്ങളിലായി ഇത് പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരാൻ ആലോചിച്ചെങ്കിൽ പോലും പല തടസ്സങ്ങളും ഒക്കെ ഉണ്ടായി. എന്തായാലും കുറ്റൂർ ബദാനിയിലെ യുവന പ്രസ്ഥാനത്തിന്റെയും എൻ ജോസഫിന്റെയും നേതൃത്വത്തിൽ ഇത് ക്രമീകരിക്കുവാൻ തക്കവണ്ണമാണ് പിന്നീട് ആലോചിച്ചത്. പ്രത്യേകമായും ഈ കാര്യത്തിൽ സഹകരിച്ച എല്ലാവരോടുമുള്ള സ്നേഹം ആദ്യം തന്നെ ഒന്ന് അറിയിക്കട്ടെ. ഇന്നത്തെ ക്ലാസ് എടുക്കുന്നത് മീര ബി എന്നോടൊപ്പം എന്റെ ജൂനിയറായിട്ട് MSW പരുമല സെന്റ് ഗ്രിഗോറിയസ് കോളേജ് ഓഫ് സോഷ്യൽ സയൻസിൽ പഠിച്ച ആളാണ്. അതിനുശേഷം കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തെ വീണ്ടും പ്രൊഫഷണൽ സോഷ്യൽ വർക്കിന്റെ തലങ്ങളൊക്കെ പരിചയപ്പെടാനായിട്ട് ഇടയായി തീർന്നത്. ഫേസ്ബുക്കിലും മറ്റിടങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയകളിൽ വളരെ സജീവമായി വളരെ ഭംഗിയായി ആശയ സംവേദനം ചെയ്യുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ, പ്രത്യേകിച്ച് പത്തനംതിട്ടക്കാരിയാണ്, എന്നാൽ കോട്ടയത്തേക്കാണ് നിയോഗം. അവിടേക്ക് പ്രവൃത്തി പദം മാറ്റേണ്ടതായിട്ട് വന്നു. സജീവമായി കേരള അസോസിയേഷൻ ഓഫ് പ്രൊഫഷണൽ സോഷ്യൽ വർക്കേഴ്സിന്റെ ചുമതലകൾ വഹിക്കുന്നു. സ്കൂൾ തലത്തിൽ ICDSന്റെ കോട്ടയം വാഴൂര് ICDSൽ സൈക്കോ സോഷ്യൽ കൗൺസിലറായിട്ട് സ്കൂൾ തലങ്ങളിൽ, അതോടൊപ്പം തന്നെ ഗവൺമെന്റ് തലത്തിലൊക്കെയും പല ക്ലാസ്സുകൾ ഏറ്റെടുത്ത് നടത്തേണ്ട ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നു. അതോടൊപ്പം തന്നെ സ്വന്തമായിട്ടൊരു ക്ലിനിക്ക്, കൗൺസിലിംഗ് ക്ലിനിക്ക് ഭവനത്തോട് ചേർന്ന് നടത്തുന്നുണ്ട്. കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് ഈ അഡിക്ഷനുമായിട്ടും അല്ലെങ്കിൽ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട ഒരു പ്രമുഖ സദസ്സിൽ
സോഷ്യൽ വർക്കേഴ്സിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് മീരയുടെ സാന്നിധ്യവും വാക്കുകളും ശ്രദ്ധിക്കാനായിട്ട് ഇടയായി തീർന്നു. പ്രമുഖ സദസ്സുകളൊക്കെ സാന്നിധ്യമുണ്ട്. ഞങ്ങളൊരു കോൺഫറൻസിന് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ വിഷയം സംസാരിച്ചപ്പോഴാണ് എന്നോട് പറഞ്ഞു, ഞാൻ ലൈഫ് സ്കിൽസുമായിട്ട് ബന്ധപ്പെട്ട ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. ഞാൻ വിചാരിച്ചു ഒരു സെഷനോട് ഇനിയും പൂർത്തീകരിക്കാനുള്ള അവസാനത്തെ സെഷനോടാണ്. അതും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഡിസിഷൻ മേക്കിംഗ്. അതുകൊണ്ട് തന്നെ മീരയോട് ഞാൻ ആവശ്യപ്പെട്ടു ഈ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ. വളരെ സന്തോഷത്തോടുകൂടി അത് ഏറ്റെടുക്കുകയും ചെയ്തു. ഞാൻ പറയുന്നതിനേക്കാളും നല്ലത് കുറച്ചുകൂടി ക്ലാസ് കേൾക്കുമ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് തോന്നും. പ്രത്യേകമായും വളരെ സ്നേഹത്തോടുകൂടി എന്റെ സഹപാഠി കൂടിയായ മീരയെ വളരെ സ്നേഹത്തോടുകൂടി ഈ ഒരു കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ക്ലാസ് എടുക്കുവാൻ തക്കവണ്ണം പ്രത്യേകമായിട്ട് ക്ഷണിക്കുകയും ചെയ്യും. താങ്ക് യു റെനിയച്ച, താങ്ക് യു സോ മച്ച്. എന്തായാലും ഒരുപാട് സന്തോഷവും അഭിമാനവും തോന്നുകയാണ്. ഇത്രയും പങ്കാളിത്തമുള്ള വലിയൊരു അഭിവന്ധ്യരായ അച്ഛന്മാരുടെയൊക്കെ സാന്നിധ്യത്തില് നിങ്ങളോടൊപ്പം ചേരുവാൻ ഇന്ന് സാധിച്ചതില് ഒരുപാട് അഭിമാനവും സന്തോഷത്തോടെയും കൂടെയാണ് ഞാനിപ്പം ഇരിക്കുന്നത്. അതോടൊപ്പം തന്നെ വളരെ സന്തോഷം കൂടെയാണ് തോന്നുന്നത്. റെനിയച്ചൻ, നമ്മൾ ഒരുമിച്ച് പഠന കാലയളവൊക്കെ ഓർക്കുകയാണ്. ഇപ്പോ ഓരോ സ്ഥാനങ്ങളിലായിട്ട്, നിയോഗങ്ങളിലായിട്ട് ഞങ്ങൾ രണ്ടുപേരും രണ്ടു വഴിക്ക് പോയെങ്കിലും എങ്ങനെയൊക്കെ ജീവിതം വഴിതിരിഞ്ഞ് നമുക്ക് മുന്നിലേക്ക് എത്തുന്നത് വളരെ സന്തോഷത്തോടെയാണ് നോക്കിക്കാണുന്നത്. മറ്റൊരു സന്തോഷം, പറഞ്ഞറിയിക്കാൻ മേലാത്ത ഒരു സന്തോഷം ഉള്ളതെന്ന് പറഞ്ഞാല് ഇതുപോലെ സഭകള്, സമുദായങ്ങള് ഒക്കെ ഇന്നത്തെ മാനസികാരോഗ്യ പ്രശ്നങ്ങളെ എത്ര ഗൗരവത്തിലാണ് എടുത്തിട്ടുള്ളതെന്നും അതിനെയൊക്കെ അതിജീവിച്ച് തങ്ങളുടെ സമുദായ അംഗങ്ങളെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ഇതുപോലെയുള്ള ശ്രമങ്ങൾ നടത്തുന്നതിലുള്ള അതിയായ സന്തോഷം ഒരു പ്രൊഫഷണൽ സോഷ്യൽ വർക്കർ എന്ന നിലയിൽ ഞാൻ അറിയിക്കുകയാണ്. സഭാ നേതൃത്വത്തിനും ബഹുമാനപ്പെട്ട ഇവിടെ കൂടിയിരിക്കുന്ന അച്ഛന്മാർക്കും റെനിയച്ചനും ഒക്കെ ഞാൻ അറിയിക്കുകയാണ്. നല്ലൊരു കയ്യടി നിങ്ങൾക്ക് അതിന് വേണം. പ്രത്യേകിച്ചും മെന്റൽ ഹെൽത്ത് വിഭാഗത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇതൊക്കെയാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന കാൽവയ്പ്പുകൾ, ചുവടുവയ്പ്പുകൾ. കഴിഞ്ഞ ദിവസം അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ലഹരി വിരുദ്ധ സെമിനാറില് സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച സംവാദ സദസ്സില് പാനൽ അംഗമായി നിൽക്കുമ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് ഇതുപോലെയുള്ള സദസ്സുകളാണ് നമുക്ക് വളർന്നു വരുന്ന തലമുറയ്ക്കായിട്ട് നമ്മൾ കൈമാറി കൊടുക്കേണ്ടത്. ഇതുപോലെയുള്ള കാര്യങ്ങളാണ്. പ്രത്യേകിച്ചും നമ്മള് ഇപ്പം കേട്ടുവരുന്ന ആത്മഹത്യാ പ്രവണതകള് നമുക്കറിയാം. വിദ്യാഭ്യാസമുള്ള നല്ല നിലയിൽ കഴിഞ്ഞിരുന്ന ഹൈക്കോടതി അഭിഭാഷക പോലും തന്റെ 2 കുഞ്ഞുങ്ങളെ കൊല ചെയ്ത് സ്വന്തമായി ആത്മഹത്യയിലേക്ക് പോകുന്ന ഒരവസ്ഥ വരെ വിദ്യാഭ്യാസത്തിന്റെയോ സമ്പത്തിന്റെയോ കുറവല്ല, അതിനുപരി ഈ ജീവിത നൈപുണിയുടെ ശക്തമായ കുറവ് തന്നെയാണ് പല ആളുകളിലേക്കും ഇതുപോലെയുള്ള ചിന്തകളിലേക്ക് നയിക്കുന്നത് എന്ന് നമുക്ക് അടുത്തറിയാൻ സാധിച്ചിട്ടുണ്ട്. 1 2 കഥകളല്ല നമ്മുടെ മുന്നിലുള്ളത്. നിരവധി ആളുകളുടെ കേസുകളാണ് നമുക്ക് പറയാനുള്ളത്, നിരന്തരമായിട്ട് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെക്കാട്ടിലും ജീവിത സാഹചര്യങ്ങളല്ല, ഇവരെ ജീവിക്കാനായിട്ട് ഉതകുന്ന രീതിയിലേക്ക് ഒരു വ്യക്തിയെ പരിപോഷിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാം നിയോഗം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സഭാ നേതൃത്വമാണെങ്കിലും ഏതൊരു തൊഴിൽ പ്രസ്ഥാനമാണെങ്കിലും ഓരോ കുടുംബങ്ങളിലും ഇതുപോലെയുള്ള സന്ദേശങ്ങൾ എത്തിക്കാനായിട്ട് മുൻപന്തിയിൽ നിൽക്കണം എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ചുവട് പിടിച്ച് എല്ലാ പ്രസ്ഥാനങ്ങളും ഇതുപോലെ എത്തട്ടെ എന്നും ഞാൻ ഈ സമയത്ത് ആഗ്രഹിക്കുകയാണ്. കാരണം ലൈഫ് സ്കിൽ എഡ്യൂക്കേഷനില് പ്രാധാന്യം, കാരണം ഈ ക്ലാസ്സുകളൊക്കെ നമ്മൾ വളരെ കാലങ്ങളായിട്ട് കൈകാര്യം ചെയ്തു വരുന്നു. ഇതിലൊക്കെ നൈപുണ്യം നേടിയ കുഞ്ഞുങ്ങളിലെ മാറ്റങ്ങൾ നമ്മൾ തൊട്ടറിഞ്ഞു വരുന്നതാണ്. മുതിർന്ന ആളുകളിലേക്ക് നമ്മൾ പലപ്പോഴും ഇത് കിട്ടിക്കാണില്ല. പക്ഷെ ഇതിന്റെ ഒരു പ്രാധാന്യം അച്ഛൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ
ആബാലവൃദ്ധം ജനങ്ങൾക്കും ഏറ്റവും അടിയന്തരമായിട്ട് വേണ്ട സ്കില്ലാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഈ ഒരു ജീവിത നൈപുണ്യ വിദ്യാഭ്യാസം നിർബന്ധമായും ലഭ്യമാക്കണം. അതൊരു പാഠപുസ്തകത്തിനപ്പുറം നമ്മൾ കൈവരിക്കേണ്ട നേട്ടങ്ങളാണ്. മെന്റൽ ഹെൽത്തിന്റെ ഏറ്റവും കോർ പോയിന്റ് കൂടാണിത്. അപ്പൊ നമ്മൾ ലൈഫ് സ്കിൽ എഡ്യൂക്കേഷനിൽ അച്ഛൻ എന്നോട് സൂചിപ്പിച്ചിരുന്നു 9 കാര്യങ്ങളും 10 കാര്യങ്ങളാണ് പറയുന്നത്. ഈ 10 ലെസൺസ് ഒരാളിലേക്ക് എത്തിക്കാൻ സാധിച്ചാൽ ഏറ്റവും നല്ല കാര്യമാണ്. അതിൽ ഞാൻ ചിന്തിക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങൾ ഈ ഒരു വർഷം കൊണ്ട് പ്രയത്നത്തിന്റെ ഫലമായിട്ട് 9 കാര്യങ്ങളും എല്ലാവരിലേക്കും എത്തിക്കാനായിട്ട് സാധിച്ചു. വളരെ നല്ല ഒരു കാര്യം തന്നെ. നമുക്ക് പ്രോബ്ലം സോൾവിങ് ലൈഫ് സ്കില്ലൊക്കെയാണ് ഇന്നത്തെ കുട്ടികളിലും കൗമാരക്കാരിലും യുവതലമുറയിലും ഏറ്റവും നമുക്ക് കുറവ് ഫീൽ ചെയ്യുന്ന ഒരു പ്രശ്നം വന്നാൽ അവിടെ ചഞ്ചലപ്പെട്ട് മറ്റ് ജീവിതം അവസാനിപ്പിക്കുന്ന ഘട്ടത്തിലോട്ടോ അല്ലെങ്കിൽ ലഹരിക്ക് പുറകെയോ ഒക്കെ പോകുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് അതിനെ തുടർന്ന് തന്നെയാണ് ഈ പ്രോബ്ലം സോൾവിങ് ലൈഫ് സ്കിൽ. അതിന്റെ ഒരു ബാലൻസ് ആയിട്ട് തന്നെയാണ് നമ്മൾ എപ്പോഴും ഡിസിഷൻ മേക്കിംഗ് ലൈഫ് സ്കില്ല് പറയുന്നത്. അപ്പൊ ഞാൻ ആദ്യം ഈ ഒരു സ്കില്ലിലോട്ട് തന്നെ കടക്കാം. നമുക്കതിന് ശേഷം വേണമെങ്കിൽ മൊത്തത്തിലൊന്ന് പറഞ്ഞു പോകാം. പ്രോബ്ലം സോൾവിങ് ലൈഫ് സ്കില്ലില് നമുക്ക് നമ്മുടെ പ്രശ്നത്തെ നമുക്ക് കണ്ടെത്താനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു സ്കില്ലാണ് പ്രശ്ന പരിഹരണ ശേഷി. അത് ഓരോ ആളുകളിലും ജീവിത സാഹചര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വ്യത്യസ്തമായിട്ടായിരിക്കും ഈ ഒരു സ്കില്ല് പ്രവർത്തിക്കുന്നത്. അപ്പോ ഇപ്പം ഞാനൊരു സ്ലൈഡ് അച്ഛൻ ഷെയർ ചെയ്ത് തരുന്നുണ്ട്. അപ്പൊ ഇത് ജീവിത നൈപുണ്യം എന്താണ് എന്ന് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാൻ വേണമെങ്കിൽ ജീവിത സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് നേരിടുന്ന വെല്ലുവിളികളെയും ആവശ്യങ്ങളെയും ഒക്കെ കാര്യക്ഷമമായിട്ട് കൈകാര്യം ചെയ്യാൻ നമ്മളെ പ്രാപ്തരാക്കുകയാണ് ഈ ഒരു ജീവിത നൈപുണ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതില് സെൽഫ് അവയർനെസ് ഒക്കെ എടുത്തു കഴിഞ്ഞു. റെനിയച്ച നമുക്ക് ഡിസിഷൻ മേക്കിങ്ങിലോട്ട് തന്നെ പോകാം അല്ലേ? സെൽഫ് അവയർനെസ് നമ്മുടെ കയ്യിൽ ഇതുകൊണ്ട് വേണമെങ്കിൽ ഇത് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. നമ്മുടെ ഗ്രൂപ്പ് അംഗങ്ങൾക്കൊക്കെ ആവശ്യമാണെങ്കിൽ ഈ ഒരു സ്ലൈഡ് നിങ്ങൾ ഷെയർ ചെയ്ത് വാങ്ങിച്ചോളുക. ഇതില് ക്രിയേറ്റീവ് തിങ്കിങ് ലൈഫ് സ്കിൽ ഉണ്ട്, ക്രിട്ടിക്കൽ തിങ്കിങ്, പ്രോബ്ലം സോൾവിങ്. ഈ ഒരു ഇതിന്റെ ബാലൻസിങ് ആയിട്ട് തന്നെയാണ് ഡിസിഷൻ മേക്കിംഗ് നമുക്ക് വരുന്നത്. അപ്പോ ഈ പ്രശ്ന പരിഹാരത്തിനുള്ള വിവിധമായ സാധ്യതകളെ കണ്ടെത്താനായിട്ട് ഒരു മനുഷ്യൻ കണ്ടെത്തി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള അതില് ആശയവിനിമയ ശേഷിയും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ 10 ലൈഫ് സ്കില്ലും ഇന്റർ കണക്റ്റഡ് ആണ് എന്നുള്ളതാണ്. ഒന്നിനോട് ബന്ധപ്പെട്ട് തന്നെയാണ് ഇരിക്കുന്നത്. കാരണം ഇതെല്ലാം നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഓരോ സ്കില്ലും ശക്തമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയൂ എന്നുള്ളതാണ്. അപ്പം ശക്തമായ ആശയവിനിമയ ശേഷി ഉപയോഗിച്ചും ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ടുള്ള കഴിവും ഒരാളിൽ ഉണ്ടെങ്കിലേ അതിശക്തമായ മികച്ച ഒരു തീരുമാനം ഒരാൾക്ക് എടുക്കാൻ സാധിക്കൂ എന്നുള്ളതാണ്. ഇത് നമ്മൾ ഒരു ചെടിക്ക് വെള്ളം ഒഴിക്കുന്നത് പോലെ ഒരു കുഞ്ഞ് തൈ നട്ടു വെക്കുന്നത് പോലെ ഓരോ മനുഷ്യനിലും അവന്റെ ജീവിത കാലഘട്ടത്തില് 1 by 1 ആയിട്ട് അവന് കിട്ടിക്കൊണ്ടിരിക്കണം. അവന്റെ ഈ ജീവിത മൂല്യങ്ങൾ പകർന്നു കൊടുക്കുന്നതില് രക്ഷിതാക്കൾക്ക് ഒരു മികച്ച പങ്കുണ്ട്, സമുദായ സംഘടനകൾക്ക് പങ്കുണ്ട്, സമൂഹത്തിന് പങ്കുണ്ട്, അവന്റെ സ്കൂളിന് പങ്കുണ്ട്. ഇവിടെ നിന്നെല്ലാമാണ് ഈ ഒരു കപ്പാസിറ്റി ഒരു കുഞ്ഞിലേക്ക് എത്തുന്നത്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറ എന്ന് പറയുന്നത് കുടുംബം തന്നെയാണ്. നമുക്കെല്ലാം അറിയാം, ശക്തമായ ഒരു കുടുംബം, അവിടുത്തെ ഊഷ്മളമായ ഒരു അന്തരീക്ഷം അവനെ ശക്തിപ്പെടുത്തുന്ന ഒന്നാണ്. അവനെ തീരുമാനങ്ങൾ എടുക്കാൻ പഠിപ്പിക്കുന്നത്, അവൻ കാണുന്നത്, കേൾക്കുന്നത് എല്ലാം മാതാപിതാക്കളുടെ ചിന്തയും പ്രവൃത്തികളും തന്നെയാണ് ഒരു കുഞ്ഞിലേക്ക് ഒരു നല്ല തീരുമാനത്തിലേക്ക് അവനെ നയിക്കാനായിട്ട് പ്രാപ്തനാക്കുന്നത്. എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു തീരുമാനം എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ കണ്ടുവരുന്നത്, ഒരു ഭവനത്തിലാണെങ്കിൽ നമ്മുടെ തീരുമാനങ്ങൾ കൂടുതലും എടുക്കുന്നത് ആരാണ്? അതൊരു സ്വയം നിങ്ങളൊന്ന് ഉത്തരം പറഞ്ഞാൽ മതി മനസ്സിൽ കേട്ടോ. ഓൺലൈൻ ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. ഒരു തീരുമാനം എടുക്കണമെങ്കിൽ വീട്ടിൽ ആരായിരിക്കാം ഏറ്റവും കൂടുതൽ തീരുമാനങ്ങൾ എടുക്കുന്നത്? ഏറ്റവും കൂടുതൽ തീരുമാനങ്ങൾ എടുക്കുന്നത് മുതിർന്നവരായിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് അവിടെ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരാളായിരിക്കാം, ഒരു അതോറിറ്റി ആയിരിക്കാം. പലപ്പോഴും ഈ തീരുമാനങ്ങൾ എടുക്കാൻ കുടുംബാംഗങ്ങളെ എല്ലാം ഉൾപ്പെടുത്തുന്ന ഒരു ഭവനത്തില് ആ തീരുമാനങ്ങൾ എടുക്കാൻ മറ്റുള്ളവരെ കൂടി പഠിപ്പിക്കുന്ന ഒരു പ്രോസസ്സും കൂടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു ഉദാഹരണത്തിന്, ഒരു വീടിന്റെ പെയിന്റ് അടിക്കണം.
അപ്പം അച്ഛനും അമ്മയും സംസാരിക്കും. അവര് പിതാവായിരിക്കാം ചിലപ്പം പൈസ മുടക്കുന്നത്. ആ അച്ഛന് ഒരു തീരുമാനം പറയുന്നു. അത് ചിലപ്പം അത് വീട്ടിൽ പോലും പറയണം എന്നില്ല. പെയിന്റ് അടിക്കുന്ന അല്ലെങ്കിൽ കോൺട്രാക്ട് ഏൽപ്പിക്കുന്ന ആളുകളെ അത് പറഞ്ഞ് അവര് ഭംഗിയായിട്ട് അടിച്ചിട്ട് പോകുന്നു അല്ലെ. പക്ഷെ ആ ഒരു തീരുമാനം ആ പിതാവിന്റെ അല്ലെങ്കിൽ ഒരു മാതാവിന്റെ മാത്രം ഒരു തീരുമാനമായിട്ട് അവിടെ ഒതുങ്ങുകയാണ്. ഇവിടെയാണ് നമ്മളൊരു കുഞ്ഞിനെ പോലും ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത് അവന്റെ അഭിപ്രായങ്ങൾ ആരായാം. അവിടെ ഒരു തീരുമാനം എടുക്കാൻ ഒരു കുട്ടിയെ പ്രാപ്തനാക്കുകയാണ് നമ്മൾ. മുതിർന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ വീട്ടിലൊരു തീരുമാനം ശരിയാണ്, മുതിർന്നവരാണ് അവസാന വാക്ക്, എങ്കിലും ഒരു അഭിപ്രായം ഈ കുടുംബാംഗങ്ങളെ ഒത്തുചേർന്ന് ഈ കുടുംബത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പോവുകയാണ്. ഒരു നിസ്സാര കാര്യമായിക്കോട്ടെ, ഒരു കുഞ്ഞു കാര്യമായിക്കോട്ടെ, അവിടെ തൊട്ട് അവനെ അത് പഠിപ്പിച്ചെടുക്കേണ്ടത് ഓരോ മുതിർന്ന ആളുകളുടെയും ഉത്തരവാദിത്തമാണ്. ഇപ്പൊ നിങ്ങൾ ഈ പിക്ചറിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സൊല്യൂഷൻ 1, സൊല്യൂഷൻ 2, സൊല്യൂഷൻ 3, കയ്യിൽ തല കൊടുത്ത് നിൽക്കുന്ന ഒരാളെ നിങ്ങൾക്ക് കാണാൻ. നമ്മുടെ മുന്നിൽ ഒരുപാട് ഉത്തരങ്ങളാണ്, ഒരുപാട് ചോദ്യങ്ങളാണ് കുഞ്ഞുങ്ങൾ ഫേസ് ചെയ്യുന്നത്. എങ്ങോട്ട് പോകണം, ഏത് ഡയറക്ഷനിലോട്ട് തിരിയണം എന്ന് അവനൊരു ആശയം, അവന് ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റിൽ എത്തി നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരിക്കലും അവന് കിട്ടില്ല എന്നുള്ളതാണ്. അവനത് ലഭിക്കണമെങ്കിൽ അവൻ ട്രെയിൻഡ് ആയിരിക്കണം. നമ്മൾ പല കാര്യങ്ങളിൽ കുഞ്ഞുങ്ങളെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അല്ലേ. നമ്മൾ എന്താണ്, ഒരു കുഞ്ഞ് ജനിച്ച് വീഴുമ്പോൾ ടോയ്ലറ്റ് ട്രെയിനിങ് തൊട്ട് നമ്മൾ പല കാര്യങ്ങളിൽ കുട്ടിക്ക് ട്രെയിനിങ് കൊടുക്കുകയാണ്. ബാഗ് അടുക്കി പറക്കി വെക്കാൻ ട്രെയിനിങ് കൊടുക്കുന്നു, അല്ലെങ്കിൽ പുസ്തകം ഒക്കെ എങ്ങനെയാണ് ബാഗിൽ അടുക്കി വെക്കുന്നത്, അല്ലെങ്കിൽ സ്കൂളിൽ കയറി പോകുന്നതിനുള്ള ടൈം, ഇതെല്ലാം ടൈം മാനേജ്മെന്റ് പഠിപ്പിച്ചു കൊടുക്കുന്നു. പക്ഷേ ഒരു തീരുമാനമെടുക്കാൻ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. അത് വലിയൊരു പോരായ്മയാണ് നമ്മുടെ ഇന്നത്തെ സമൂഹത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. പക്ഷെ പണ്ടുള്ള കാലങ്ങളില് കുറച്ചും കൂടെ അറിഞ്ഞോ അറിയാതെയോ കാരണവന്മാര് മക്കളിലേക്ക് തീരുമാനം എടുക്കാനുള്ള ഒരു പ്രാപ്തി, കാര്യനിർവഹണ ശേഷിയൊക്കെ എത്തിച്ചു കൊടുത്തിരുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇന്ന് എല്ലാം സ്പൂൺ ഫീഡിംഗ് ആയി കുട്ടികൾക്കെല്ലാം ലഭ്യമാക്കാനായിട്ട് പേരൻസ് മത്സരിക്കുകയാണ്. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഓടി നടക്കുകയാണ് അല്ലെ. പക്ഷെ ഈ ഓട്ടത്തിനിടയിൽ ഈ കുഞ്ഞുങ്ങള് ഈ സ്വയം പര്യാപ്തത നേടാതെ തങ്ങളുടെ കയ്യിൽ നിന്ന് വഴുതി പോകുന്നത് തിരിച്ചറിയുമ്പോഴേക്കും വൈകി പോകുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പൊ ഇവന് പറ്റിയ സൊല്യൂഷൻ ഏതാണ് എന്നുള്ളത് അവൻ തെരഞ്ഞെടുക്കണമെങ്കിൽ അവന്റെ ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാകുന്നതല്ല. അവന്റെ കുട്ടിക്കാലം മുതലേ അവനോട് ചേർന്ന് നിന്ന് ആ തീരുമാനം എടുക്കാനായിട്ട് നമ്മൾ അവനെ പരിശീലിപ്പിക്കുകയാണ് അല്ലേ. പ്രശ്നപരിഹാരവുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു വ്യക്തിയുടെ തീരുമാനമെടുക്കൽ. അതെന്താണ്, എങ്ങനത്തെ തീരുമാനമാണ് എടുക്കേണ്ടത്? മികച്ച തീരുമാനം എടുക്കൽ. ഓരോ ആളുകളെ സംബന്ധിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും കേട്ടോ. ഒരാളുടെ പ്രായം അല്ലെ, ഓരോ പ്രായത്തില് ഓരോ തീരുമാനമായിരിക്കാം. ആറ്റിറ്റ്യൂഡ്, നമുക്ക് പ്രായം അധികരിക്കും തോറും ആറ്റിറ്റ്യൂഡിൽ വ്യത്യാസം വരാം, നമ്മുടെ അഭിപ്രായങ്ങളിൽ വ്യത്യാസങ്ങൾ വരാം. എങ്കിലും മികച്ച ഒരു തീരുമാനം എടുക്കാൻ അവനെ ശക്തമായി മുന്നോട്ട് നയിക്കുന്നതിന് കുടുംബവും സൊസൈറ്റിയും സ്കൂളും ഒക്കെ അവനില് അത് മാത്രമല്ല, ഒരു കുട്ടിയില് ഇൻസൈറ്റ് ഉണ്ടാക്കാൻ കൂടി ഇതെല്ലാം സഹായിക്കും. ഒരു ഇപ്പൊ പറഞ്ഞതുപോലെ സെൽഫ് അവയർനെസ്, എനിക്ക് എന്തൊക്കെ കുറവുകളുണ്ട്, എനിക്ക് എന്തൊക്കെ കഴിവുകളുണ്ട്, ഇതൊക്കെ സ്വയം അനലൈസ് ചെയ്യാൻ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് ലൈഫ് സ്കില്ലിനകത്ത് അവന്റെ പ്രശ്നങ്ങളെ അവന് മനസ്സിലാക്കി അത് പരിഹരിക്കാനായിട്ട് അവനിൽ തന്നെ ഒരു പോസ്റ്റ്മോർട്ടം നടത്തുകയാണ്. ഞാനത് ചെയ്തത് ശരിയായോ, ഇല്ല, ഞാൻ ഇങ്ങനെ അമ്മയോട് പെരുമാറിയത് ശരിയായില്ല, ഞാൻ ഇങ്ങനെ വേണമായിരുന്നു പെരുമാറാൻ എന്നുള്ള ഒരു ചിന്ത ഒരു കുഞ്ഞിലുണ്ടായിരിക്കുക. ഇതെല്ലാം ഉണ്ടാകുന്നത് നമ്മൾ ഒരു കൃത്യമായ പ്ലാനിങ്ങോടുകൂടി മുന്നോട്ട് പോകുന്നിടത്താണ്. നമ്മൾ പുരാണ കഥകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണല്ലേ നമ്മളെല്ലാവരും. അപ്പം ഞാൻ ചുമ്മാ ഒരു ഉദാഹരണത്തിന് വേണ്ടി പറയുകയാണ്. ദൈവങ്ങൾക്ക് പോലും ചില സമയത്ത് സമയദോഷം അല്ലെ, അവര് ഭൂമിയിൽ അവതരിക്കുന്നു, മനുഷ്യരായിട്ട് ജീവിക്കുന്നു. നമ്മുടെ പുരാണത്തിൽ തന്നെ നിങ്ങൾ രാമായണം കഥയൊക്കെ കേട്ടിട്ടുള്ളവരായിരിക്കുമല്ലോ. രാമനും സീതയും വനവാസ കാലത്ത്, ഞാനൊരു നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു എക്സാമ്പിൾ പറയുന്നതേ ഉള്ളൂ കേട്ടോ, മറ്റു തലത്തിലേക്കൊന്നും അതിനെ നിങ്ങൾ ചിന്തിക്കണ്ട. അപ്പോ രാമനും സീതയും വനവാസകാലം അതിനകത്ത് അനുഭവിക്കുന്നുണ്ട്. ലക്ഷ്മണനും കൂടി, രാമന്റെ സഹോദരനാണ്. ഈ വനവാസ കാലത്ത് ഇവര് വനത്തിൽ കൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് പർണശാലയിൽ ഇങ്ങനെ താമസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ആ സമയത്ത് രാവണന് ഇങ്ങനെ സീതയെ കട്ടുകൊണ്ടുപോകാനായിട്ട് പുഷ്പക വിമാനത്തിൽ വരുന്ന ഒരു ഭാഗമുണ്ട്. അപ്പോ ആ സമയം സീതയെ കൊണ്ടുപോകണമെങ്കിൽ അവിടുന്ന് രാമനെ മാറ്റണം.
അപ്പം മാരീജന്റെ സഹായം തേടുന്നു. മാരീജൻ ഒരു മാനിന്റെ വേഷത്തിൽ അവിടെ വന്ന് പ്രത്യക്ഷപ്പെടുന്നു. വളരെ മനോഹരമായ ഒരു മാൻ. അപ്പൊ ഈ മാനിനെ എനിക്ക് പിടിച്ചു തരണം എന്ന സീത രാമനോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ രാമൻ ഈ മാനിന് പുറകെ പോകുന്നു. അതിനു മുമ്പ് ലക്ഷ്മണനോട്, തന്റെ അനിയനോട് പറയുന്നുണ്ട്, സീതാദേവിയെ നീ സംരക്ഷിച്ചു കൊള്ളണം, എന്റെ അനിയനാണല്ലോ. അപ്പം അനിയൻ നോക്കണം, കാരണം രാവണന്റെ ചതി പ്രയോഗങ്ങളൊക്കെ വരാം. നീ ഒരു കാരണവശാലും സീതാദേവിയെ ഉപേക്ഷിച്ച് അവിടെ നിന്ന് പോകരുത് എന്ന് ജ്യേഷ്ഠ സഹോദരൻ വളരെ ശക്തമായിട്ട് താക്കീത് കൊടുത്തിട്ട് പോവുകയാണ്. പക്ഷെ ഇത് മായാസീതയായിരുന്നു. ആ ഒരു കഥയുടെ ഗതി ഇങ്ങനെയാണ്. തന്റെ ഭർത്താവിന്റെ കരച്ചില് കേട്ട സീത പറയുന്നു, ജ്യേഷ്ഠൻ എന്തോ ആപത്ത് വന്നിട്ടുണ്ട്, അനിയ നീ വേഗം പോയി അദ്ദേഹത്തെ രക്ഷിക്കൂ എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പം ലക്ഷ്മണൻ അറിയാം ഇത് ദുഷ്ടരായ നിശാചരന്മാരുടെ വികൃതികളാണ്, ഇതൊന്നും യഥാർത്ഥത്തില് തന്റെ ജ്യേഷ്ഠൻ ഒരിക്കലും ഒരു ആപത്തുണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്ന അനിയൻ പറയുന്നു, ജ്യേഷ്ഠത്തി വിഷമിക്കരുത്, ഇവിടെ നിന്ന് ജ്യേഷ്ഠത്തിക്ക് അപകടമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുമ്പോ ഈ സീത പറയുന്നു, അനിയ നീ ഒരു ദുഷ്ടനാണല്ലോ, നിന്റെ ജ്യേഷ്ഠനോട് നിനക്ക് യാതൊരു സ്നേഹമില്ലല്ലോ, നീ എത്രയും പെട്ടെന്ന് ജ്യേഷ്ഠന്റെ അടുത്തോട്ട് പോകൂ, നീ എന്നെ കൂടി മോഹിക്കുന്നവനാണല്ലോ എന്നുള്ള നികൃഷ്ടമായ രീതിയിൽ ഈ സീത, അതായത് സീതയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പെരുമാറ്റം ഉണ്ടാവുകയും ചെവി പൊത്തിക്കൊണ്ടാണ് ലക്ഷ്മണൻ ആ സാഹചര്യത്തിൽ നിന്നും അവിടുന്ന് പോകുന്നത്. കാരണം ദുഷ്ടേ, നിനക്ക് ഇങ്ങനെയൊക്കെ എങ്ങനെ പറയാൻ തോന്നുന്നു? ഞാൻ ദേവിയായി മനസ്സിൽ കരുതുന്ന താങ്കളുടെ ഭാഗത്ത് നിന്ന് എങ്ങനെയാണ് ഇങ്ങനെയുള്ള വാർത്തകൾ വരുന്നത്? എന്തായാലും ഒരു രേഖ വരയ്ക്കുന്നുണ്ട് ലക്ഷ്മണൻ, ഒരു വൃത്തം വരച്ച് അതിൽ സീതയെ ആക്കുന്നുണ്ട്. കാരണം അതിന് ഒരു മന്ത്രശക്തിയുണ്ട്, അത് ഭേദിച്ച് ആർക്കും തന്നെ അകത്ത് കിടക്കാൻ പാടില്ല. അപ്പൊ സീതയെ അങ്ങനെ നിർത്തിയിട്ടാണ് പോകുന്നത്. ഒരു കാരണവശാലും ഈ ലക്ഷ്മണ രേഖയിൽ നിന്നും വെളിയിൽ കടക്കരുത് എന്ന് സീതയ്ക്ക് നിർദ്ദേശം കൊടുത്തിട്ട് നമ്മുടെ ലക്ഷ്മണൻ രാമന്റെ പുറകെ പോകുന്ന ഒരു രംഗമുണ്ട്. ആ സമയത്താണ് നമ്മുടെ രാവണൻ ഒരു ഭിക്ഷുവിന്റെ രൂപത്തിലാണ് കടന്നു വരുന്നത്. ഭിക്ഷുവിന്റെ രൂപത്തിൽ വന്നിട്ട് സീതയോട് പറയുകയാണ്, എനിക്ക് ഇങ്ങനെയാണ് പല ചതിക്കുഴികളും നമ്മുടെ സമൂഹത്തിൽ തിരിച്ചറിയാൻ പോലും ആവാത്ത രീതിയിലാണ് നമുക്ക് ചുറ്റും വരുന്നത്, അല്ലെ? അപ്പോ സീതയ്ക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല, ഇത് തന്നെ തട്ടിക്കൊണ്ടുപോകാൻ വന്ന രാവണനാണ് എന്ന് മനസ്സിലാകുന്നില്ല. തന്റെ ഭിക്ഷുവിന് പറഞ്ഞു വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോ അതിനോട് അലിവ് തോന്നുകയും ആ ലക്ഷ്മണ രേഖ ഭേദിക്കുകയും ചെയ്യുന്ന ഒരു രംഗമുണ്ട്. ആ സമയം തക്കം പാർത്തിരുന്ന രാവണൻ എന്ത് ചെയ്തു? സീതയെയും കട്ടുകൊണ്ട് പുഷ്പക വിമാനത്തിൽ പോവുകയാണ് ഉണ്ടായത്. നമ്മൾ ഓർത്തോണം, നമുക്ക് നമ്മുടെ ഒരു ശ്രദ്ധ പാളിപ്പോയാൽ, നമ്മുടെ ഒരു തീരുമാനം കുറച്ചെങ്കിലും പാളിപ്പോയാൽ എത്ര വലിയ പൊസിഷനിൽ ഇരിക്കുന്നെന്നോ എത്ര വലിയവനാണെന്നോ ഒന്നും അവിടെ നമുക്കൊരു നിശ്ചയം ഉണ്ടാവില്ല. ചിലപ്പം വളരെ ഉയരങ്ങളിൽ നിന്നായിരിക്കാം നമ്മൾ താഴേക്ക് വീണു പോകുന്നത്. ഒരു കഥയാണ് ഇത്, പുരാണ കഥയാണ്. ഇതൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് പല ഏത് മതത്തിന്റെ ഗ്രന്ഥങ്ങളാണെങ്കിലും നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മൾ ഇതൊക്കെ വായിച്ചിരിക്കണം എന്ന് പറയുന്നത് ബൈബിൾ ആയിക്കോട്ടെ, ഖുറാൻ ആയിക്കോട്ടെ, ഭഗവത്ഗീത ആയിക്കോട്ടെ, രാമായണം ആയിക്കോട്ടെ, നമ്മൾ എല്ലാ ഗ്രന്ഥങ്ങളിലും കൃത്യമായ അറിവുള്ളവരായിരിക്കണം എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. ഇതിലൂടെ എല്ലാം നമുക്ക് ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ, ലൈഫ് സ്കിൽ ട്രെയിനിങ് നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കുക. നമ്മുടെ സമുദായത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് നിങ്ങൾ ആഴത്തില് നിങ്ങൾ കാര്യങ്ങളെ മനസ്സിലാക്കി പഠിച്ചാൽ സത്യത്തില് ഒരു മാനസിക ആരോഗ്യം തന്നെ നമ്മളിലേക്ക് നമ്മൾ അറിയാതെ വന്നെത്തും എന്നുള്ളതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. നമുക്ക് അറിയുന്നതിന് വേണ്ടി ഞാൻ പറഞ്ഞതാണ്. നമുക്ക് ചെറിയൊരു പാളിച്ച പറ്റിയാൽ തന്നെ, നമ്മുടെ തീരുമാനങ്ങൾ ഒന്ന് മാറി മറിഞ്ഞാൽ തന്നെ ഒരു വലിയ മാറ്റങ്ങളിലേക്ക്, നെഗറ്റീവ് കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ ചെന്നുപെടാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളൊരു തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും എന്താണ് ചിന്തിക്കേണ്ടത്? ബിഫോർ മേക്കിംഗ് എ ഡിസിഷൻ, ടേക്ക് എ മൊമെന്റ് ആൻഡ് ആസ്ക് യുവർ സെൽഫ്, ഏത് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കേണ്ടത്? വിൽ ഇറ്റ് ബ്രിങ് മീ ഹാപ്പിനെസ്? ഇത് നമുക്ക് സന്തോഷം നൽകുമോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഈ ഒരു തീരുമാനം നമുക്ക് റിയൽ ആയിട്ട് നമുക്ക് സന്തോഷം തരുമോ എന്നുള്ളത് നമ്മളൊന്ന് ഒരു നിമിഷം നമ്മുടെ മൈൻഡിനോട് നമ്മളൊന്ന് അലേർട്ടാക്കി വെക്കുക, ചോദിക്കുക.
എടുത്തുചാട്ടമാണ് പലപ്പോഴും നമ്മുടെ തീരുമാനങ്ങളെ തകിടം മറിക്കുന്നത് എന്നുള്ളതാണ്. ഒരു വ്യക്തിയെ ഇല്ലാതാക്കുന്നത് പോലും എടുത്തുചാട്ടമാണ്. അപ്പം എന്ത് തീരുമാനം എടുക്കുന്നതിന് മുമ്പും നിങ്ങളുടെ മനസ്സിനോട് തന്നെ ഇത് നിങ്ങളെ സ്വസ്ഥമാക്കുമോ, നിങ്ങളുടെ ചുറ്റുമുള്ളവരെ സന്തോഷിപ്പിക്കുമോ, നിങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് സമാധാനമായിരിക്കുമോ കൊടുക്കുന്നത്, നിങ്ങൾക്ക് സമാധാനമായിരിക്കുമോ നൽകുന്നത് എന്നുള്ളത് നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. ഉറപ്പായിട്ടും അത് നിങ്ങൾക്ക് ഹാപ്പിനെസ് ആണ് തരുന്നതെങ്കിൽ ആ ഒരു തീരുമാനത്തിൽ തന്നെ ഉറച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. നിരവധി കേസുകളാണ് സ്വയം തെറ്റായ തീരുമാനങ്ങൾ എടുത്ത് നമ്മുടെയൊക്കെ അടുത്ത് വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, കൗൺസിലർ കൂടെ ആയതുകൊണ്ട് കഴിഞ്ഞ ഒരു ദിവസം തന്നെ എൻ്റെ അടുത്ത് വന്ന ഒരു അമ്മയും അച്ഛനും വളരെയധികം വളരെ സാധുക്കളായ മാതാപിതാക്കളാണ്. നമ്മളെപ്പോഴും പേരന്റിങ് ശൈലിയെ പറ്റിയൊക്കെ പറയും, ശരിയാണ്. ആ മാതാപിതാക്കൾക്ക് നമ്മൾ പറയുന്നത് പോലെ കുട്ടിക്ക് ഇതുപോലെയുള്ള ഒരു സ്കില്ലൊന്നും പകർന്നു കൊടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ അവര് സാധുക്കളായ കൂലിപ്പണിക്കാരാണ്, നിത്യവൃത്തിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരാണ്. 16 വയസ്സുള്ള തന്റെ മകളെയും കൊണ്ടാണ് എൻ്റെ അടുത്ത് വരുന്നത്. നിങ്ങൾ ഓർക്കണം, ആ മകളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അവര് പറയുന്ന ഇതാണ്: കഞ്ചാവ് അവൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ഈ മാതാപിതാക്കൾക്ക് സംശയമാണ്. 16 വയസ്സുള്ള, കേവലം 16 വയസ്സുള്ള പെൺകുട്ടി, നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു, പെൺകുട്ടി കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ടോ എന്ന്. അതിന് അവർക്ക് കുറച്ച് ദൃഷ്ടാന്തങ്ങളുണ്ട് അവരുടെ മുന്നിൽ. അവരിങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് എന്നോട് പറഞ്ഞു, ഇത് ഇന്ന കാരണം കൊണ്ടൊക്കെ ഞങ്ങൾക്ക് സംശയമുണ്ട്. പക്ഷെ അവൾ ഇതൊന്നും സമ്മതിച്ചു തരുന്നില്ല. പക്ഷെ അവള് ഇങ്ങനെയല്ലായിരുന്നു, വളരെ സന്തോഷവതിയായിരുന്നു, ബന്ധുക്കളോടെല്ലാം സംസാരിച്ച് നടക്കുന്ന പെൺകുട്ടിയായിരുന്നു. ഇപ്പം തൊട്ടതിനും പിടിച്ചതിനും ദേഷ്യമാണ്, ഞങ്ങളോട് വല്ലാതെ വയലന്റ് ആകുന്നുണ്ട്, അവൾ ഒരു പ്രണയബന്ധത്തിൽ അകപ്പെട്ടിട്ടുണ്ട്. അതിൽ പിന്നെയാണ് അവൾക്ക് ഈ മാറ്റം. ആ പ്രണയബന്ധം പോലും ഞങ്ങൾ എതിർത്തിട്ടില്ലായിരുന്നു, എങ്കിൽ പോലും ആ പെൺകുട്ടിക്ക് എന്തുകൊണ്ടാണ് ഈ മാറ്റങ്ങൾ ഉണ്ടായത്? അപ്പൊ അവരിലേക്കൊരു പല സംശയങ്ങൾ അവരിലേക്ക് വരികയാണ്. നമ്മൾ ഈ പെൺകുട്ടിയോട് സംസാരിച്ചു, മാതാപിതാക്കളോട് സംസാരിച്ചു, നമ്മുടെ സമൂഹത്തില് സോഷ്യൽ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഇവരെയൊക്കെ അറിയുന്ന 1-2 ആളുകളോടൊക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായത്, ഒരു 6 കേസുകളോളം ഈ പയ്യനില് ചാർജ് ചെയ്യപ്പെട്ട പയ്യനാണ് ഈ പെൺകുട്ടി. ഇപ്പോ റിലേഷൻഷിപ്പില് റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ഒക്കെ നമ്മൾ ഇതിനോടകം കവർ ചെയ്തിട്ടുണ്ട്. അത് കേട്ടവർക്കറിയാം. നമ്മളൊരു വ്യക്തിബന്ധങ്ങൾ തിരഞ്ഞെടുക്കുന്നതില് അല്ലെങ്കിൽ ഓരോ സർക്കിളുകളും എവിടെ നിർത്തണം എന്നുള്ളത് ഈ കുട്ടിക്കും അറിയില്ലായിരുന്നു. അപ്പോ ഇവന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഇവൾക്ക് അറിയാമായിരുന്നു എന്നുള്ളതാണ് അതിനേക്കാട്ടിലും നമ്മളെ ഞെട്ടിക്കുന്നത്. കാരണം എനിക്കിതെല്ലാം തിരുത്താൻ കഴിയും, ഒരു ലഹരിക്ക് അടിമയായ ഒരാളെ എനിക്ക് തിരുത്താൻ കഴിയും എന്ന് കേവലം 16 വയസ്സുള്ള പെൺകുട്ടി ഉറച്ചു വിശ്വസിക്കുകയാണ്. അവളുടെ ഒരു തീരുമാനമായിരുന്നു അത്. ഉറച്ചു വിശ്വസിക്കുകയാണ്. ഏത് ലഹരിക്ക് അടിമപ്പെട്ട ആളിനെയും മാനസികാരോഗ്യ വിദഗ്ധരുടെ വരെ സേവനം ലഭ്യമാക്കിയതിനു ശേഷമാണ്, അത് പല ഫോളോ അപ്പിന് ശേഷം മാത്രമാണ് അവനെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ എന്ന മിനിമം ബോധ്യമെങ്കിലും ഇന്നത്തെ തലമുറയ്ക്ക് ഉണ്ടായിരിക്കണം. അത് മടക്കി കൊണ്ടുവരിക എന്നുള്ളത് പൂർണ്ണമായും ക്യൂർ ആക്കി കൊണ്ടുവരിക എന്നുള്ളത് അല്ല അതിനർത്ഥം എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. പൂർണ്ണമായി ക്യൂർ ആക്കാൻ ലഹരിക്ക് അടിമയായ ഒരാളെ നമുക്ക് സാധിക്കില്ല. ഫോളോ അപ്പിലൂടെ അവന്റെ സ്വാഭാവിക ജീവിതത്തിലേക്ക് താൽക്കാലികമായി മടക്കിക്കൊണ്ടുവരാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. വീണ്ടും ഫോളോ അപ്പും തുടർ കൗൺസിലിങ്ങും ഒക്കെ ഈ വ്യക്തിക്ക് ആവശ്യമായിട്ടുണ്ട് എന്നുള്ള സത്യം കൂടി മനസ്സിലാക്കണം. പക്ഷെ പല കുട്ടികളും ഈ പ്രശ്നങ്ങളെയൊക്കെ എനിക്ക് മാറ്റാൻ സാധിക്കും എന്ന് പറഞ്ഞ് ഈ ബന്ധത്തിൽ അകപ്പെട്ടു പോവുകയും പിന്നീട് ഈ ഒരു ഞാൻ ഈ പറഞ്ഞ കേസിൽ ഈ പയ്യന്റെ ഇൻഫ്ലുവൻസിൽ ഈ കുട്ടിയും പതുക്കെ കഞ്ചാവ് ഉപയോഗിക്കാനും അങ്ങനെയുള്ള ഒരു അസന്മാർഗിക മാർഗത്തിലൂടെ ആ പെൺകുട്ടിയും, കേവലം 16 വയസ്സുള്ള പെൺകുട്ടിയാണ്, സ്വന്തമായി ശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ പാകപ്പെട്ട് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. വലിയ സമ്മർദ്ദങ്ങളാണ് തലയിൽ എടുത്തു വെച്ചത്. അതിന്റെ ഫലമായിട്ട് ആ കുട്ടിക്ക് ഇമോഷണൽ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുകയും മാനസികമായി പല ബുദ്ധിമുട്ടുകളും ശാരീരികമായ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവുകയും ചെയ്തു. അതുപോലെ തന്നെ ജീവിതത്തിന്റെ വാല്യൂസ് പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് ഈ പെൺകുട്ടി എത്തിച്ചേർന്നു എന്നുള്ളതാണ്. പഠിക്കാൻ മിടുക്കിയായിരുന്ന പെൺകുട്ടിയാണ്, ഇപ്പോൾ പഠനത്തിൽ വളരെ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്നു. 10ാം ക്ലാസ്സിലൊക്കെ നല്ല ഒരു പെർസെന്റേജ് മാർക്ക് വാങ്ങിച്ച് ജയിച്ച പെൺകുട്ടി ഇപ്പോൾ പഠന പിന്നോക്കാവസ്ഥ അനുഭവിക്കുന്നു. ഇതൊക്കെ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ചിന്തിക്കേണ്ടതായിരുന്നു. അതുപോലെ ഒരുപാട് കുട്ടികൾ ഒളിച്ചോടുന്ന വക്കില് ഒക്കെ നിൽക്കുന്ന പെൺകുട്ടികളോടും ആൺകുട്ടികളോടും എനിക്ക് പറയാനുള്ളത് ഇതാണ്: ഒരു പെൺകുട്ടി ഇപ്പൊ ഒരാളുടെ കൂടെ ഒരു കമിതാവിന്റെ കൂടെ ഒളിച്ചോടാൻ തീരുമാനിച്ചു. ആ തീരുമാനം എങ്ങനെയാണ് ശരിയാണോ തെറ്റാണോ എന്ന് സ്വന്തമായി തിരിച്ചറിയുന്നത്? പലപ്പോഴും അത് ചിന്തിക്കാറ് പോലും ഇല്ല എന്നുള്ളതാണ്. ഒരു സെക്കൻഡ്
നിങ്ങളൊന്ന് ആലോചിക്കുക. നമ്മളൊരു കുടുംബ ജീവിതത്തിലേക്ക് ഇറങ്ങുമ്പോൾ എന്തൊക്കെ പ്രതിസന്ധികൾ എനിക്ക് ഭാവിയിലേക്ക് ഉണ്ടാകും എന്ന് ഓരോ ആളുകളും, ഓരോ വ്യക്തികളും, ഇത് നമ്മുടെ കുട്ടികൾക്ക്, മുതിർന്നവരാണ് കേൾക്കുന്നതെങ്കിൽ ഇത് നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ അടുത്ത് വിളിച്ചിരുത്തി ആധികാരികമായിട്ട് പറഞ്ഞു കൊടുക്കണം. നിന്റെ ജീവിതത്തിൽ ഇത് നിന്നെ എങ്ങനെയൊക്കെ തകർത്ത് കളയും എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കണം. ഇത് കുട്ടികൾക്ക് അറിയില്ല. ഈ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പേരൻസ് തയ്യാറാവണം. പറയണം, ഈ കുട്ടിയെ ഇതെങ്ങനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. കാരണം കേവലം ഇപ്പോഴത്തെ കുട്ടികൾക്ക് നല്ല വിവരമാണ്. നമ്മളൊന്നും വളർന്ന കാലഘട്ടത്തിലെ കുഞ്ഞുങ്ങളല്ല. കാരണം നിയമം അവർക്കറിയാം. 18 വയസ്സ് പൂർത്തിയാകണം, ആൺകുട്ടിയാണെങ്കിൽ 21 വയസ്സ് പൂർത്തിയാകണം. ഇതൊക്കെ അവർ കാത്തിരുന്ന് തന്നെയാണ് പോകുന്നത് പലരും, പല ജീവിതത്തിലോട്ടും. അപ്പോ പോകുന്നവര് ഇതാണ്, 18 വയസ്സിന് ശേഷം ഞാൻ എങ്ങനെ ജീവിക്കും, അല്ലെങ്കിൽ ജോലിയില്ലാത്ത എന്റെ ഒരു കാമുകനോടൊപ്പം ഞാൻ എങ്ങനെ മുന്നോട്ട് ജീവിക്കും. ചിലപ്പം കയ്യിലെ ഒരു വള അല്ലെങ്കിൽ കഴുത്തിലെ ഒരു മാല വിറ്റിട്ടായിരിക്കും കുറച്ചു നാൾ സുഖമായിട്ട് ജീവിക്കുന്നത്. ഇതിന് ശേഷം എനിക്കൊരു കുട്ടി ഉണ്ടായാൽ ഞാൻ അതിനെ എങ്ങനെ പോറ്റി വളർത്തും, അല്ലെങ്കിൽ സമൂഹത്തിൽ എന്റെ സ്ഥാനം എന്തായിരിക്കും. ഈ ഒരു ചിന്തകളൊക്കെ ഈ രക്ഷിതാക്കൾ ഈ കുഞ്ഞിലേക്ക് പകർന്നു കൊടുക്കാൻ തയ്യാറാവണം. ഈ കുഞ്ഞ് ഇവനോടൊപ്പം ഇറങ്ങിപ്പോകാൻ പ്രലോഭനങ്ങൾ ഉണ്ടാവാം. ഈ കുട്ടിക്ക് ഉണ്ടാകുന്ന ഡിസിഷൻ മേക്കിംഗ് സ്കിൽ ഇല്ലാത്ത ഒരു വ്യക്തിയാണ് എങ്കിൽ അവനെ ചുറ്റുമുള്ള പല ആളുകളാലും സ്വാധീനിക്കപ്പെടാം. അത് ഈ സുഹൃത്തുക്കളുടെ അതായത് പിയർ ഗ്രൂപ്പ് പ്രഷർ ഉണ്ടാകാം. ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് മാത്രം ഈ ഒരു വിഷയം പറയാണ്. അത് പഠനത്തെ സംബന്ധിച്ചാണെങ്കിലും മറ്റേ തൊഴിൽ മേഖലയിലാണെങ്കിലും എല്ലാം ഈ ഡിസിഷൻ ഇങ്ങനെ തന്നെയാണ്. ഞാൻ നിങ്ങൾക്ക് പെട്ടെന്നൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു എക്സാമ്പിളിനെ വെച്ച് മാത്രം പറയുകയാണ് കേട്ടോ. അപ്പോ ഈ പെൺകുട്ടി ഇറങ്ങിപ്പോകാൻ തീരുമാനിക്കുന്നില്ല. അപ്പൊ ഇങ്ങനെ നിൽക്കുകയാണെന്ന് വെച്ചോ. അപ്പം ഈ പയ്യന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നു, നീ ഇല്ലെങ്കിൽ ഇപ്പൊ തൂങ്ങിച്ചത്ത് കളയും, എന്റെ കൂടെ ഇറങ്ങി വരണം. അപ്പോ ഡിസിഷൻ എടുക്കാൻ വേണ്ടി അവിടെ നിന്ന് ഇവൾക്കൊരു പ്രഷർ ഉണ്ടാകുന്നു. അടുത്തത് സുഹൃത്തുക്കളായിരിക്കാം. നീ ഇറങ്ങിപ്പോയില്ലെങ്കിൽ ഈ പയ്യൻ ആത്മഹത്യ ചെയ്താൽ നീ ജീവിതകാലം മുഴുവൻ ദുഃഖിക്കേണ്ടി വരും. ശക്തമായ ഒരു ഡിസിഷൻ മേക്കിംഗ് സ്കിൽ ഇല്ലാത്ത കുട്ടിയാണെങ്കിൽ അവിടെ ബെൻഡിങ് നേച്ചർ ആകുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഉലയുകയാണ് അവിടെ തീരുമാനം. അങ്ങനെ പല പല പ്രഷറുകൾ അവൾക്ക് മുന്നിലേക്ക് വരുന്നു. ഇവൾ എന്ത് തീരുമാനം എടുക്കുന്നു? തന്റെ തീരുമാനം മറ്റുള്ളവരുടെ തീരുമാനത്തിന് വിട്ടുകൊടുക്കുകയും ആ ഒരു നരക ജീവിതത്തിലേക്ക് അവള് ഇറങ്ങിപ്പോവുകയും ചെയ്യുകയാണ്. അവിടെ അവളുടെ വിദ്യാഭ്യാസം അവള് മുടക്കി, വിദ്യാഭ്യാസം കണ്ടിന്യൂ ചെയ്യുന്നില്ല, മുന്നോട്ടുള്ള ഭാവിയെ പറ്റി ചിന്തിക്കുന്നില്ല, അവളുടെ പാസ്റ്റ് ലൈഫിനെ പറ്റിയും അവള് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. അത് ആൺകുട്ടികൾക്കും ഇതേ ഒരു അവസ്ഥ തന്നെ ഉണ്ടാവാറുണ്ട്. മാതാപിതാക്കളെ പറ്റി ചിന്തിക്കുന്നില്ല, ഇതുവരെ താൻ എങ്ങനെ വളർത്തപ്പെട്ടു എന്ന് ചിന്തിക്കുന്നില്ല, എങ്ങനെ ഈ ഭൂമിയിൽ ഇങ്ങനെ 2 കാലില് നിൽക്കാനായിട്ട് പ്രാപ്തി നേടിയെന്നും ചിന്തിക്കുന്നില്ല. അവിടെ തെറ്റായ ഒരു ഡിസിഷനിലേക്ക് അവള് പോവുകയാണ് ചെയ്തത്. അതേസമയം കുഞ്ഞുനാൾ മുതലേ ഈ ഒരു നല്ലൊരു രക്ഷാകർതൃത്വം ഒക്കെ ലഭിച്ചു വന്ന കുട്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയുള്ള അവബോധം, സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റി, ഇപ്പോ ഇന്ന് വന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത പോലും കഴിഞ്ഞ ദിവസം ഞാനൊരു ക്ലാസ്സിൽ ചോദിച്ചിട്ട് കൗമാരക്കാരായ കുട്ടികൾ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതായത് ആ തീവ്രവാദ ആക്രമണവും നമ്മുടെ കൊല്ലപ്പെട്ട ഇന്ത്യക്കാരെ പറ്റിയും ഒക്കെയുള്ള ന്യൂസ് പോലും അറിയാത്ത ഒരുപാട് കൗമാരക്കാരായിരുന്നു ആ ക്ലാസ്സിൽ ഉണ്ടായിരുന്നത്. നമുക്ക് അത്ഭുതം തോന്നും. തന്റെ മാതാവിനെ ഉൾപ്പെടെ കൊല്ലാൻ ശ്രമിച്ച തന്റെ കുടുംബക്കാരെയും കുഞ്ഞനിയനെയും പോറ്റി വളർത്തിയ, അവൻ തന്നെ ഏറ്റവും സ്നേഹത്തോടെ പോറ്റി വളർത്തിയ കുഞ്ഞനിയനെയും കൊലപ്പെടുത്തിയ അഫാന്റെ ന്യൂസ് അറിയാത്ത കൗമാരക്കാര് നമ്മുടെ ക്ലാസ്സുകളിൽ ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ അത്ഭുതത്തോടെയാണ് ഈ കുട്ടികളെ നോക്കിക്കാണുന്നത്. ഇതൊന്നും അറിയാതെ ചർച്ച ചെയ്യപ്പെടാത്ത ഭവനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. നെഗറ്റീവ് ന്യൂസുകൾ ചർച്ച ചെയ്യപ്പെടണം എന്നല്ല, സമൂഹത്തിൽ നടക്കുന്ന ഇതുപോലെ നല്ല ഒരു കുടുംബാന്തരീക്ഷത്തിന്റെ പിൻബലം ഇല്ലാതെ പോകുന്നതോ അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ടോ ഒക്കെ അസന്മാർഗിക മാർഗത്തിലൂടെ പോകുന്നവരുടെ കഥകളും, അല്ലെങ്കിൽ അവർ നല്ല മോട്ടിവേഷനിലൂടെ നല്ല സ്ഥാനങ്ങളിൽ എത്തിയവരുടെ കഥകളും ഒക്കെ കുടുംബ അന്തരീക്ഷത്തിൽ ചർച്ച ചെയ്യപ്പെടണം. തുറന്ന് നിങ്ങളൊരു സുഹൃത്തിന്റെ ഭാവേന ചർച്ച ചെയ്യുമ്പോൾ ഈ കുട്ടിയിലേക്ക് പതിയെ അവനെടുക്കുന്ന തീരുമാനങ്ങൾ അത് എത്രത്തോളം സ്ട്രോങ് ആകണം എന്നുള്ള ചിന്തയൊക്കെ ഒരു കുഞ്ഞിലേക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. അതേസമയം നല്ല വ്യക്തമായ കാഴ്ചപ്പാടുള്ള ഒരു പെൺകുട്ടിയാണ് ഒരു റിലേഷൻഷിപ്പിൽ അകപ്പെട്ടു പോയത് എങ്കിൽ അവൻ തൂങ്ങി മരിക്കും എന്ന് പറഞ്ഞാൽ പോലും, അങ്ങനെയുള്ള ഒരുവനാണെങ്കിൽ നീ തൂങ്ങി മരിച്ചോ,
എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവനാണെങ്കിൽ എന്റെ വിദ്യാഭ്യാസം കംപ്ലീറ്റ് ചെയ്ത് എന്റെ സ്വന്തം കാലിൽ ഞാൻ നിന്നതിന് ശേഷം വരെ നിനക്ക് ആ സ്നേഹമുണ്ട് എങ്കിൽ നമുക്ക് പിന്നീട് ആലോചിക്കാം എന്ന് പറയുന്ന ശക്തമായ വാക്കുകളുള്ള ശക്തരായ പെൺകുട്ടികളെയും നമ്മൾ സമൂഹത്തിൽ കാണാറുണ്ട് എന്നുള്ളതാണ്. അവരാണ് നമ്മുടെ റോൾ മോഡൽ ആകേണ്ടത്. അല്ലാതെ അവിടെ പ്രേമമല്ല വില്ലൻ, നമ്മുടെ ഡിസിഷനാണ് നമ്മുടെ ഏറ്റവും വലിയ വില്ലൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഓർക്കും ലവ് അഫെയർ ആണ് വില്ലൻ, അല്ലെങ്കിൽ ലഹരിയാണ് വില്ലൻ, മൊബൈൽ ഫോൺ ആണ് വില്ലൻ. ആരാണ് ശരിക്കുമുള്ള വില്ലൻ? നമ്മളിലെ നമ്മൾ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ വില്ലൻ, അല്ലെ? നമ്മുടെ തീരുമാനങ്ങളാണ് നമ്മുടെ വില്ലൻ. നമ്മളെപ്പോഴും തിരിച്ചറിയണം. നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് തന്നെ ഒരു എത്തിനോട്ടം നടത്തണം എന്നുള്ളതാണ്. ബോറടിക്കുന്നുണ്ടോ? എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഓൺലൈൻ ക്ലാസ്സുകളാണ് ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നത് കേട്ടോ. കാരണം എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ക്ലാസ് എടുക്കുന്നതിനോടാണ് കൂടുതൽ താല്പര്യമുള്ളത്. ഇതിപ്പം എല്ലാവരും സംസാരിക്കാനായിട്ട് തുടങ്ങിയാൽ ചിലപ്പോൾ നമുക്ക് ഡിസ്റ്റർബൻസ് വരും എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഇങ്ങനെ റേഡിയോ ഒക്കെ ഓൺ ആക്കി വെച്ചിരിക്കുന്നത് പോലെ എന്റെ കഥകൾ കേൾക്കുകയാണ്. ഒരുപാട് സോറി ഞാൻ അങ്ങോട്ട് പറയാണ്. നമ്മുടെ സാഹചര്യം ഇതായി പോയി. നേരിട്ട് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ആക്ടിവിറ്റി ഒക്കെ ചെയ്ത് ഐസ് ബ്രേക്കിംഗ് സെഷൻസ് ഒക്കെ ചെയ്ത് നിങ്ങളെ ഒന്ന് ആക്റ്റീവ് ആക്കി ഇരുത്താമായിരുന്നു. ഇത് ശരിക്കും നിങ്ങൾക്ക് ഇപ്പം കുറച്ച് ബോറടിക്കുന്നുണ്ടായിരിക്കും. സദയം ക്ഷമിക്കുക കേട്ടോ. ഇതേ ഉള്ളൂ നമുക്കിപ്പം മാർഗം. എന്തായാലും അങ്ങനെയുള്ള സ്വന്തമായ ശക്തമായ ഡിസിഷൻ എടുക്കുന്ന പെൺകുട്ടി തന്റെ വളർത്തിയ മാതാപിതാക്കളെ പറ്റി ഒരു നിമിഷം ആലോചിക്കും. ഞാൻ ഇത് ചെയ്താൽ അവരെ അത് ഏറെ വേദനിപ്പിക്കും എന്ന ഒരു ചിന്ത അവളുടെ ഫ്രണ്ടൽ ലോബില്, അല്ലെ, നമ്മുടെ തലച്ചോറില് അങ്ങനെയുള്ള ഒരു ചിന്ത അവളിൽ ഉണ്ടാകും. അതുപോലെ തന്നെ ഞാൻ ഭാവിയിൽ ഇങ്ങനെ എനിക്ക് എന്റെ ജീവിതം വഴിമുട്ടി പോകും, എന്റെ വിദ്യാഭ്യാസം കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ അത് എന്നെ തന്നെ അഫക്റ്റ് ചെയ്യും എന്നുള്ളതിനെ പറ്റി ഒരു ചിന്തയുണ്ടാകും. അത് മാത്രമല്ല, മറ്റുള്ളവരുടെ തീരുമാനമല്ല, എന്റെ തീരുമാനമാണ് ഏറ്റവും പ്രസക്തം എന്നുള്ള ഒരു ബേസിക് ചിന്തയെങ്കിലും ആ ഒരു വ്യക്തിയിൽ ഉണ്ടാകും, ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും. അപ്പോ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ എടുത്തുചാട്ടത്തിന്റെ പുറത്ത് തീരുമാനങ്ങൾ എടുക്കാതെ റിലാക്സ്ഡ് ആയിട്ടിരുന്ന് ഏറ്റവും ശാന്തമായ ഒരു അന്തരീക്ഷത്തില് നിങ്ങൾ ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾ നല്ലൊരു തീരുമാനം എടുക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ തേടാവുന്നതാണ്. നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ തീരുമാനമല്ല നമ്മുടെ തീരുമാനം എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് നല്ല അഭിപ്രായങ്ങൾ തരുന്ന മെന്റേഴ്സ് നിങ്ങൾക്ക് കാണും. നിങ്ങൾക്ക് ആ തീരുമാനങ്ങൾ, ആ അഭിപ്രായങ്ങൾ പല ആളുകളോട് നിങ്ങൾക്ക് ഏറ്റവും മികച്ചത് എന്ന് തോന്നുന്ന നിങ്ങളുടെ ബന്ധങ്ങളുണ്ടല്ലോ. അപ്പോൾ നിങ്ങളുടെ മാതാപിതാക്കളായിരിക്കാം, നിങ്ങളുടെ കുടുംബത്തിലെ ചിലപ്പം ഏറ്റവും നന്നായിട്ട് കാര്യങ്ങളെ അപഗ്രഥിക്കുന്ന ഒരാളായിരിക്കാം, നിങ്ങളുടെ സമുദായത്തിലെ നിങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ട ബഹുമാനിക്കപ്പെടുന്ന ഒരാളായിരിക്കാം. ഈ ഒരു നിങ്ങളുടെ മെന്ററോട് നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ ചോദിക്കാം. അതും തീരുമാനമായിട്ട് നിങ്ങൾ എടുക്കേണ്ടതില്ല, പക്ഷെ അതിൽ ഒരു ചോയ്സ് നിങ്ങൾക്ക് കിട്ടുകയാണ്. അത് മികച്ച ചോയ്സസ് നിങ്ങളുടെ മുന്നിലേക്ക് കിട്ടുകയാണ്. അത് ആ മികച്ച ചോയ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ബഹുമാനിക്കുന്ന വ്യക്തിത്വങ്ങൾ ഒരിക്കലും നിങ്ങൾ നാശത്തിലേക്ക് പോകുന്ന ഒരു സജഷൻസ് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ചോയ്സുകൾ കൂടുതലായിട്ട് കിട്ടുന്നു. അതിലൊരു ചോയ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ അന്തരീക്ഷത്തിനും നിങ്ങളുടെ തൊഴിലിനും നിങ്ങളുടെ വളർച്ചയ്ക്കും ഒക്കെ അനുസരിച്ച് നിങ്ങളെ സഹായിക്കുന്ന ആ ഒരു തീരുമാനം നിങ്ങൾ അതിൽ നിന്നും പിക്ക് ചെയ്ത് സ്വന്തമായിട്ട് എടുക്കണം. അപ്പോ അത് ഒരു 90% വിജയിക്കാനുള്ള സാധ്യത അവിടെ കൂടുതലാണ്. അതേസമയം എടുത്തു ചാടിയെടുക്കുന്ന നമ്മുടെ ഒരു തീരുമാനം 90 അല്ല 100% പരാജയപ്പെടാനുള്ള സാധ്യതയും അവിടെ കൂടുതലാണ്. എങ്ങാനും പെട്ടുപഴച്ച് റെഡിയായി പോയെങ്കിലേ ഉള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മൾ ഒരു തവണയല്ല പല തവണ ആലോചിച്ച് നമ്മുടെ തീരുമാനങ്ങളിലേക്ക് നമ്മൾ കടക്കുക. ഈ ഒരു സ്കില്ലുകളെല്ലാം തന്നെ അങ്ങനെയാണ്. ഘട്ടമായിട്ട് ഒരു പ്രോസസ് ഉണ്ട് ഓരോന്നിനും. പ്രോബ്ലം സോൾവിങ്ങിനാണെങ്കിലും നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഓരോ സ്റ്റെപ്പ് ഉണ്ട്. നിങ്ങൾ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യണം ആദ്യം, അല്ലെ? നമുക്കൊരു പ്രശ്നമുണ്ട് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുകയാണ്. ആ പ്രശ്നത്തിന് പരിഹാര മാർഗങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുകയാണ്. എല്ലാം നമ്മളാണ് ചെയ്യുന്നത്. നമ്മുടെ മുന്നിൽ ഒരു പ്രശ്നം വന്നു, ഈ പ്രശ്നത്തെ എനിക്ക് എങ്ങനെ പരിഹരിക്കാൻ കഴിയും? അപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് നിരവധി സൊല്യൂഷൻസ് വരും. അല്ലെങ്കിൽ ഈ പറഞ്ഞ മെന്റേഴ്സ് നിങ്ങൾക്ക് പല സൊല്യൂഷൻസ് പറഞ്ഞു തരും. അതിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു സൊല്യൂഷൻ നിങ്ങൾ അവിടുന്ന് പിക്ക് ചെയ്യുകയാണ്. ആ പിക്ക് ചെയ്യുന്ന 10 സൊല്യൂഷനിൽ നിന്ന് ഏറ്റവും മികച്ചത് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരെണ്ണം നിങ്ങൾ പിക്ക് ചെയ്യുന്നു. നിങ്ങൾ അത് ഇംപ്ലിമെന്റ് ചെയ്യാണ് നിങ്ങളുടെ ജീവിതത്തിൽ. അതൊന്ന് ട്രൈ ചെയ്യുകയാണ്. ആ വഴിയെ നിങ്ങൾ നടന്നു പോകുന്നു. ആ വഴി ചിലപ്പോൾ ദുർഘടമുള്ളതാവാം, പക്ഷെ വിജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
ഈ ഒരു പ്രോസസ്സിൽ കൂടി പ്രോബ്ലം സോൾവിങ് ആണെങ്കിലും ആ പ്രോസസ്സിൽ കൂടി കടന്നു പോകുന്ന ആൾക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ സാധിക്കും. അതേസമയം എടുത്തു ചാടി വെട്ടൊന്ന് മുറി രണ്ട് എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ ഏത് പ്രശ്നത്തെ നിങ്ങൾ നേരിട്ടാലും അത് പരാജയപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ശാസ്ത്രീയമായി തന്നെ ഈ ഒരു സ്വഭാവ സവിശേഷതകൾ നമ്മുടെ മക്കളിൽ നമുക്ക് വളർത്തിയെടുക്കേണ്ടതുണ്ട്. അത് പഠന പിന്നോക്കാവസ്ഥയുള്ള കുഞ്ഞുങ്ങളിലാണെങ്കിലും പഠനത്തിൽ മുന്നോട്ട് കൊണ്ടുവരാൻ അവന് എവിടെയാണ് പ്രശ്നം, അവൾക്ക് എവിടെയാണ് പ്രശ്നം. എനിക്ക് പേരൻസിനോടാണെങ്കിൽ പറയാനുള്ളത് കുഞ്ഞുങ്ങളെ കേൾക്കുക എന്നുള്ളതാണ്. അവരെ നിങ്ങൾ കേൾക്കുക. പലപ്പോഴും പേരൻസുമായിട്ട് സംവദിക്കുന്നതിനിടയിൽ കുഞ്ഞുങ്ങളെ നമുക്കെല്ലാം വലിയ ഇഷ്ടമാണ്, അവർക്ക് വേണ്ടി നമ്മൾ ഏതറ്റം വരെയും പോകും, എന്തും ചെയ്യാൻ തയ്യാറാണ്. സാമ്പത്തികപരമായിട്ട് നമ്മൾ ഓടുന്നത് മുഴുവൻ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാണ്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ്, അല്ലേ? പക്ഷേ ഇതിന് പുറകെ എല്ലാം അവൾക്ക് പല പ്രശ്നങ്ങളും നമ്മുടെ മുന്നിൽ വരുമ്പോൾ പേരൻസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അവൾക്ക് എന്താണ് പ്രശ്നം, അവൾക്ക് എന്താണ് ഞാൻ സാധിച്ചു കൊടുക്കാത്തത്? എല്ലാ കാര്യങ്ങളും അവൾ പറയുന്നതിന് അല്ലെ അവൻ പറയുന്നതിന് മുമ്പേ ഞാൻ സാധിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ അവനെ കേൾക്കാൻ, അവളെ കേൾക്കാൻ എത്ര സമയം നമ്മൾ സ്പെൻഡ് ചെയ്യാറുണ്ട്? ആ ഒരു സമയത്തിനാണ് എപ്പോഴും നമ്മൾ ക്വാളിറ്റി സമയം എന്ന് പറയുന്നത്. അതായത് ഏറ്റവും മികച്ച ഗുണമേന്മയുള്ള സമയം നമ്മുടെ കുട്ടിക്ക് നമ്മൾ കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ്. എൻ്റെ അടുത്ത് വന്ന +1 കാരിയായ പെൺകുട്ടി പറയാണ്, വീട്ടിൽ 6 പേരുണ്ട് ഞങ്ങള്, പക്ഷെ എന്നോട് സംസാരിക്കാൻ ആർക്കും സമയമില്ല. വളരെ മിടുക്കനായിട്ട് ജോലിക്ക് പോകുന്ന അച്ഛൻ 9 മണിയാകുമ്പോൾ ജോലി കഴിഞ്ഞ് വരുന്നു, അച്ഛന് സമയമില്ല. വന്നു കഴിയുമ്പോഴാണ് അച്ഛന് റെസ്റ്റ് കിട്ടുന്നത്. അപ്പോഴാണ് അച്ഛൻ കുറച്ച് മൊബൈലിലൊക്കെ കാണുന്നത്. അതുകൊണ്ട് അച്ഛൻ വളരെ തിരക്കിലാണ്. സംസാരിക്കാൻ ചെല്ലുമ്പോൾ അച്ഛൻ അച്ഛാ എന്റെ സ്കൂളിൽ ഇന്നൊരു സംഭവം ഉണ്ടായി എന്ന് പറയാൻ വരുമ്പോഴേ അച്ഛൻ പറയും, ഒരുപാട് ക്ഷീണമാണ്, മക്കൾ പോയി അമ്മയോട് പറ. മക്കളെന്നാണ് വിളിക്കുന്നത്. വളരെ സ്നേഹമാണ് അച്ഛന്. അപ്പോ അമ്മയുടെ അടുത്ത് ചെല്ലുമ്പോഴാണ്, അച്ഛൻ വന്നല്ലേ ഉള്ളൂ, അച്ഛന് ഫുഡ് കൊടുക്കണം, അതുകൊണ്ട് എനിക്ക് കറി ഉണ്ടാക്കണം, നീ പോയി വല്യമ്മയോട് കാര്യങ്ങൾ പറ. അപ്പോ വല്യമ്മയുടെ അടുത്ത് ചെല്ലുന്ന കുട്ടിയോട് വല്യമ്മ പറയും, മക്കളെ വല്യമ്മച്ചിക്ക് കുറച്ച് സീരിയലൊക്കെ കാണാനുണ്ട്, നീ പോയി അനിയന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറ. അനിയന്റെ അടുത്ത് ചെല്ലുമ്പോ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ടാബില് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന അനിയൻ പറയും, ചേച്ചി പോകുന്നുണ്ടോ, എന്നെ ശല്യപ്പെടുത്തിയുണ്ടല്ലോ, ഇടി വെച്ച് തരും. അപ്പൊ ഈ പെൺകുട്ടിയുടെ അവസ്ഥ ഇങ്ങനെയായിരുന്നു. അതുപോലെ ഒരു പ്രശ്നം നേരിടുന്ന ഒരുപാട് കുട്ടികൾ നമുക്കുണ്ട്. ഇവരിലൊക്കെ എന്താണ്, പലപ്പോഴും ഇങ്ങനത്തെയുള്ള സ്കില്ലുകൾ വളരെ കുറവായിട്ടാണ് നമ്മൾ കാണുന്നത്. ക്വാളിറ്റി സമയം രക്ഷിതാക്കൾ കൊടുക്കുക, അന്നത്തെ അവരുടെ വിശേഷങ്ങൾ പങ്കുവെക്കുക. കുട്ടികളാണെങ്കിൽ അവരുടെ സ്കൂളിലെ കോളേജിലെ അനുഭവങ്ങൾ വന്ന് പങ്കുവെക്കുക. പല രക്ഷിതാക്കളോടും നമ്മൾ ചോദിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഈ രക്ഷിതാക്കൾക്ക് ഈ കുട്ടികളുടെ സുഹൃത്തുക്കളുടെ പേര് പോലും അറിയില്ല, പഠിപ്പിക്കുന്ന അധ്യാപകരുടെ പേര് പോലും അറിയില്ല. LKG UKG എല്ലാവരുടെയും പേരറിയാമായിരുന്നു. പക്ഷേ ഒരു കൗമാരക്കാരനോ കൗമാരക്കാരിയോ ഒരു യുവാവോ യുവതിയോ ആയ സമയത്ത് ഈ കുട്ടിയെ പറ്റിയുള്ള ബേസിക് ഡേറ്റ പോലും ഈ പേരൻസിനും അടുത്ത് നിൽക്കുന്നവർക്കും അറിയില്ല എന്നുള്ളതാണ്, അല്ലേ? നമ്മൾ 4 വയസ്സുള്ളപ്പോ 5 വയസ്സുള്ളപ്പോ ഈ കുഞ്ഞിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചിരുന്നു. നമ്മൾ അവനെ അതുപോലെയാണ് കരുതലോടെയാണ് കൊണ്ടുവിടുന്നത്. അവനെ പഠിപ്പിക്കുന്ന ടീച്ചർമാരോട് എല്ലാം നമുക്ക് നല്ല സൗഹൃദമായിരുന്നു. പക്ഷെ പോകെ അവൻ ഏറ്റവും ആവശ്യമാണ് അഡോളസന്റ് ഏജ് എന്ന് പറയുന്നത് പ്രോബ്ലമാറ്റിക് ഏജ് ആണ്. ആ സമയത്ത് അവന്റെ പല കാര്യങ്ങളും നമ്മളും അറിയാതെ പോയി. ആ സമയമാണ് ഇവന്റെ തീരുമാനമെടുക്കാനുള്ള പവർ കൂടി വരുന്ന സമയം. സ്വയം തീരുമാനമെടുക്കാനുള്ള ഒരു ടൈമിലേക്ക് കുട്ടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ലേറ്റ് അഡോളസന്റ് ഒക്കെ ആകുമ്പോഴാണ് ഇവന്റെ ഡിസിഷൻ മേക്കിംഗ് പവർ ഒക്കെ ആ ഒരു ഫുൾ ഇതിലേക്ക് എത്തുന്നത്. അവന്റെ ഇമോഷണൽ സ്റ്റെബിലിറ്റി ഒക്കെ അവന് ഏറ്റവും കൂടുതൽ അറ്റൈൻ ചെയ്യുന്നു. ഒരു 21 വയസ്സോടുകൂടി അവന് എല്ലാ രീതിയിലുമുള്ള പൂർണ്ണ വളർച്ചയിലേക്ക് എത്തുകയാണ്. ഈ സമയമൊക്കെ ഇവന് ക്വാളിറ്റി സമയം കൊടുക്കാത്ത അവന്റെ കൂടെ ചേർന്ന് നിൽക്കുന്നവരാണ് അവന് ഇങ്ങനെയുള്ള സ്കിൽസിനെ ഒന്നും പ്രൊമോട്ട് ചെയ്യാതെ ഇരിക്കുന്നത് എന്നുകൂടെ നമുക്ക് പറയേണ്ടി വരും. അപ്പോ നമ്മളെപ്പോഴും എൻ്റെ കുഞ്ഞുങ്ങളോടും മാതാപിതാക്കളോടും എല്ലാ ആളുകളോടും പറയാനുള്ളത്, നമ്മളൊരു ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം നമ്മളോട് തന്നെ ആലോചിക്കുക, വിൽ ഇറ്റ് ബ്രിങ് മീ ഹാപ്പിനെസ്? ഇത് നിനക്ക് സന്തോഷം തരുന്നതാണോ? അപ്പോ ഇതുപോലെയുള്ള ഇത്രയും സെഷൻസ് ഒക്കെ ഇത്ര സമയമുണ്ടോ അച്ഛാ? നമുക്ക് കുറച്ചുകൂടെ സമയമുണ്ടോ? റെനിയച്ചൻ, അത് കുഴപ്പമില്ല, ഒരു 10 മിനിറ്റ് കൊണ്ട് വൈൻഡപ്പ് ചെയ്താൽ നമുക്ക് ഓക്കെ. അപ്പം ഞാനൊരു കഥ കൂടി പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാച്ച. അപ്പം നമുക്ക് ഇതൊരു
ഓരോ സ്കില്ലുകളും നമുക്ക് എത്ര മണിക്കൂർ ഒരു ദിവസത്തെ വരെ സെഷൻസ് ആയിട്ട് ആക്ടിവിറ്റി ഉൾപ്പെടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓരോ സ്കില്ലിനും നമുക്ക് ആക്ടിവിറ്റി ഉൾപ്പെടെ കാര്യങ്ങൾ ചെയ്ത് നമുക്ക് വളരെ എൻജോയ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സെഷൻസ് ഇതിനകത്തുണ്ട്. അപ്പോൾ പക്ഷെ നമ്മുടെ പരിമിതികൾ മൂലം നമുക്ക് ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തു. ഒരു കഥ കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പം മൊത്തത്തില് ഈ എല്ലാ സ്കില്ലുകളും നമുക്ക് വേണം. അതിനോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അതീവ ശ്രദ്ധ കൂടി നമുക്ക് വേണം. കുട്ടികളെ സംബന്ധിച്ചാണെങ്കിൽ രക്ഷിതാക്കൾക്ക് ആ ഒരു ശ്രദ്ധ നിങ്ങൾ ഒരിക്കലും ചോർന്നു പോകരുത്. അതുകൊണ്ടൊരു ചെറിയ കഥ കൂടെ പറഞ്ഞ് ഞാൻ അങ്ങ് വൈൻഡപ്പ് ചെയ്യാണ്. ഒരിക്കല് ഒരു വനഭാഗത്ത് താമസിച്ചിരുന്ന ഒരു ഭാര്യയും ഭർത്താവും 4 കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. ഇളയ കുട്ടിക്ക് 2 മാസം മാത്രമായിരുന്നു പ്രായം. അവര് വനഭാഗത്ത് പോയി വിറക് ശേഖരിച്ച്, നമ്മൾ ഓർക്കും അതുകൊണ്ടൊക്കെ ജീവിക്കാൻ പറ്റുമെന്ന്. ഈ വിറക് ചന്തയിൽ കൊണ്ടുപോയി വിറ്റിട്ടാണ് അന്നന്നത്തെ ആഹാരം കണ്ടെത്തിയിരുന്നത്. അപ്പോ അവര് വളരെ സന്തുഷ്ടരായിരുന്നു. അന്നത്തെ ആഹാരം അത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. നമ്മളെ പോലെ ഇങ്ങനെ ബാങ്ക് ബാലൻസോ കാര്യങ്ങളോ ഒന്നും അവരെ അലട്ടിയിരുന്നില്ല. മറ്റൊരു ടെൻഷൻസും അവര് അനുഭവിച്ചിരുന്നില്ല. അങ്ങനെ ജീവിച്ചു വരവേ ഈ അച്ഛൻ അങ്ങ് മരണപ്പെടുകയാണ്. ഒരു ആക്സിഡന്റിൽ ഇദ്ദേഹം മരണപ്പെടുന്നു. അമ്മയ്ക്ക് ഈ 4 കുഞ്ഞുങ്ങളുടെയും ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരികയാണ്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി. 2 മാസം പ്രായമുള്ള ഇളയ കുഞ്ഞിനെ വെച്ച് ഈ അമ്മ എങ്ങനെ പണിക്ക് പോകും? ആലോചിച്ച് നോക്കിയേ. പക്ഷെ പോരാടിയേ പറ്റൂ, എന്റെ കുഞ്ഞുങ്ങൾ പട്ടിണിയാകും, ഇറങ്ങിയേ പറ്റൂ. അച്ഛൻ മരിച്ചു, ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞ് ഇവർക്ക് ഇരിക്കാനായിട്ട് സാവകാശം കിട്ടിയില്ല. ലൈഫില് ഇവര് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു. അതിനുള്ള ഒരു പവർ അവർക്കുണ്ടായിരുന്നു. ആ കുഞ്ഞിനെ, 2 മാസം പ്രായമുള്ള കുഞ്ഞിനെ തന്റെ മുതുകിൽ കെട്ടിവെച്ചുകൊണ്ട് ഈ അമ്മ ഒരു നദി, ഒഴുകുന്ന ഒരു നദിയെ കുറുകെ നീന്തി കടന്നാണ് വനഭാഗത്തേക്ക് കടന്നു പോകുന്നത്. അവിടെ പോയി വിറക് ശേഖരിക്കാം എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ ഈ അമ്മ നീന്തി പോവുകയാണ്. അങ്ങനെ മറുകര എത്തി വനഭാഗത്ത് നിന്ന് ചുള്ളിക്കമ്പുകളൊക്കെ ശേഖരിച്ചു തുടങ്ങി. പക്ഷെ ഏറ്റവും കൂടുതൽ മെസ്സേജ് വരുന്നുണ്ട്. ഞാൻ വൈൻഡപ്പ് ചെയ്യാം. എന്താണെങ്കിലും പല അഭിപ്രായങ്ങൾ വരും. എന്തായാലും ഞാൻ അങ്ങ് അവസാനിപ്പിച്ചേക്കാം. അങ്ങനെ ഈ കമ്പുകൾ ശേഖരിച്ചു വരുന്ന സമയത്ത് ഈ അമ്മയ്ക്ക് ആവശ്യമായ വിറകുകൾ ഒന്നും തന്നെ ലഭിക്കാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ ഈ അമ്മ ഉൾവനത്തിലേക്ക് കയറി പോവുകയാണ്. അങ്ങനെ കുറച്ച് വിറകുകളൊക്കെ അവർക്ക് കിട്ടുന്നു. അതിന്റെ കൂടെ അവർക്ക് ഒരു തേനിന്റെ അട ലഭിക്കുകയാണ്. അവർക്ക് വളരെ സന്തോഷമാകുന്നു. വലിയൊരു തേനിന്റെ അടയാണ് ഈ ഒരു അമ്മയ്ക്ക് ലഭിക്കുന്നത്. ഇത് മാർക്കറ്റിൽ കൊടുത്താൽ 2 ദിവസം ജോലിക്ക് വന്നില്ലെങ്കിലും കുഴപ്പമില്ല. തേനിന് അത്യാവശ്യം നല്ല വില കിട്ടും. പിന്നെ എന്റെ മക്കൾക്ക് തേൻ കൊടുക്കാം എന്നുള്ള ഒരു സന്തോഷം കൂടി ഈ അമ്മയ്ക്ക് ഉണ്ടാകുകയാണ്. ഈ അമ്മ തേനിന്റെ അട ഈ കമ്പുകൾക്കിടയിൽ വെച്ച് കെട്ടി വളരെ അമ്മ എക്സൈറ്റഡ് ആയിരുന്നു. എനിക്കിത് കിട്ടിയല്ലോ എന്നോർത്ത് അമ്മ വളരെ സന്തോഷവതിയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അമ്മ തന്റെ വിറകിന്റെ ഇടയിൽ ഇങ്ങനെ പരതി നോക്കും, ഇത് ഈ തേനിന്റെ അട അവിടെ തന്നെ ഉണ്ടോ എന്നുള്ളത് ഈ അമ്മ പരതി നോക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ ഈ അമ്മ തിരിച്ച് വളരെ കഷ്ടപ്പെട്ട് നടന്നു വരുന്നു. ഈ നദി മുറിച്ചു കടക്കണം. അങ്ങനെ ഈ അമ്മ നദി മുറിച്ചു കടക്കുന്നു. ഈ സമയത്ത് ഈ അമ്മയുടെ മനസ്സിൽ, എക്സൈറ്റഡ് ആയിട്ടുള്ള ഈ അമ്മയുടെ മനസ്സിൽ തേനിന്റെ അട അവിടെ തന്നെ ഉണ്ടോ എന്ന് പരതുന്ന ഒരു അന്വേഷണത്തിലായിരുന്നു അമ്മ. ഇടയ്ക്കിടയ്ക്ക് കൈവച്ച് നീന്തുന്നതിനിടയ്ക്കും ആ തേനിന്റെ അട അവിടെ ഉണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ നീന്തി മറുകരയിലേക്ക്, തന്റെ കരയിലേക്ക് എത്തുന്ന സാഹചര്യത്തിലാണ് അമ്മ പെട്ടെന്ന് അമ്മയ്ക്കൊരു ടെൻഷൻ ഉണ്ടാകുന്നു. എന്തോ തന്റെ കയ്യിൽ നിന്ന് മിസ്സായ ഒരു ഫീലിംഗ് അമ്മയ്ക്ക് ഉണ്ടാകുന്നു. അമ്മ തിരിഞ്ഞ് തന്റെ മുതുകില് പരതി നോക്കുമ്പോഴാണ് അമ്മ കെട്ടിവെച്ചിരുന്ന തന്റെ കുഞ്ഞ് അവിടെ നിന്ന് ആ കെട്ടഴിഞ്ഞ് അങ്ങനെ ആ നദിയിലേക്ക് അങ്ങ് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അമ്മയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. തന്റെ ജീവനും ജീവിതവും എല്ലാം കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് അമ്മ പോയി. പലപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഓടുമ്പോൾ ഇങ്ങനെയാണ്. മാതാപിതാക്കളായിക്കോട്ടെ, നമ്മൾ പല കാര്യത്തിനായിട്ട് ജീവിതം ഓടി തീർക്കുന്നവരാ അല്ലേ? ഒരുപാട് നമുക്ക് ഒട്ടും സമയമില്ലാത്ത ആളുകളാണ്. തൊഴിലിടങ്ങളിലായിക്കോട്ടെ, നമ്മുടെ ജീവിത നിയോഗങ്ങളിലായിക്കോട്ടെ, കുടുംബത്തിലായിക്കോട്ടെ, പഠനത്തിലായിക്കോട്ടെ, എല്ലാ കാര്യത്തിലും എല്ലാവരും തിരക്കാണ്. തിരക്കിട്ട സമയത്ത് തന്റെ കയ്യിൽ നിന്നും ചോർന്നു പോകുന്ന മക്കളെ പറ്റി നമ്മൾ ചിന്തിക്കാറില്ല. ആ അമ്മയ്ക്ക് കുട്ടിയോട് സ്നേഹമില്ല
എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. തന്റെ മുതുകിൽ നിന്ന് ആ കുഞ്ഞ് അഴിഞ്ഞു പോയത് അമ്മയുടെ ശ്രദ്ധയിൽ പെട്ടില്ല. ഒരു പക്ഷെ അമ്മ ഇപ്പൊ ഒരു സംവാദത്തിന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പലരും പറയും ആ അമ്മയ്ക്ക് ശ്രദ്ധിക്കാമായിരുന്നു, ആ അമ്മ മുറുക്കി കെട്ടാമായിരുന്നു, തിരിച്ചു വന്നപ്പം നോക്കാമായിരുന്നു, അല്ലേ? അപ്പോ നമ്മളെല്ലാം അങ്ങനെയാണ്, അറിഞ്ഞോ അറിയാതെയാണ് നമ്മളിൽ കൂടെ മിസ്റ്റേക്സ് കടന്നു പോകുന്നത്. നമ്മുടെ അശ്രദ്ധ എന്ന് പറയുന്നത് എല്ലാം തികഞ്ഞവരാണ് എന്ന് നമ്മൾ വിചാരിക്കുമ്പോഴും നമ്മളിൽ എവിടെയൊക്കെയോ ഒരു അശ്രദ്ധ കടന്നുകൂടാറുണ്ട്. അവിടെയാണ് ചിലപ്പോൾ നമുക്ക് പാളിച്ചകൾ വന്നു പോകുന്നത്. അവിടെയാണ് ഈ ഒരു സ്കിൽസ് നമ്മുടെ ലൈഫ് സ്കിൽ എഡ്യൂക്കേഷനിലാണെങ്കിലും നമ്മൾ കാര്യപ്രസക്തമായി ഇതിനെ കണ്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവരുടെ ഈ കെട്ടുകൾ, അവരുടെ ജീവിതമാകുന്ന കെട്ടുകളൊക്കെ മുറുക്കെ കെട്ടാനായിട്ടും അവർക്ക് എവിടെയും ഒരു അപാകത വരാതിരിക്കാനായിട്ടും അവരെ ഈ സ്കിൽസ് സഹായിക്കും. ഇതിന്റെ പഠനങ്ങൾ മുന്നോട്ട് നടക്കട്ടെ, ശാസ്ത്രീയമായി തന്നെ മുന്നോട്ട് ഇതിന്റെ ഓരോ ക്ലാസ്സുകളും ഇനിയും എനിക്ക് തോന്നുന്നു ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ ഒരിക്കലും ഒരവസാനമില്ല ഇതിന്. നമ്മൾ അടുത്ത വർഷമാണെങ്കിലും നിങ്ങൾ ഈ ഒരു ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ കൂടുതലായിട്ട് കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എന്താണെങ്കിലും ഇത്രയും നേരം എന്നെ ശ്രവിച്ചിരുന്ന പല അഭിപ്രായങ്ങൾ ഉണ്ടാകാം. ഞാൻ കൂടുതലും കണക്റ്റഡ് ആക്കിയത് ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ കണക്റ്റഡ് ആക്കി. ചില ആളുകൾക്ക് അത് അത്രത്തോളം ചിലപ്പം ചെയ്യാൻ ഉണ്ടാവില്ല എങ്കിൽ എടുക്കാറുള്ളത്. ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന സഹനശക്തിയോടെ ഇരുന്ന എല്ലാവർക്കും നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്കഷൻസ് നടത്താനുണ്ടെങ്കിൽ ചോദിക്കാം, പറയാം. ഇനി നിങ്ങൾക്കുള്ള ഒരു സമയമാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഈ വിഷയത്തെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ എന്തെങ്കിലും കോംപ്ലിമെന്റ് ചെയ്യാൻ തക്കവണ്ണം എന്തെങ്കിലും കാര്യങ്ങൾ ആഡ് ചെയ്യാനോ എന്തെങ്കിലും ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നമുക്കൊരു 5 minutes മാക്സിമം. ഗുഡ് ഈവനിങ് ഓൾ. വളരെ മനോഹരമായ ഒരു ക്ലാസ്, ഒരു പ്രോഗ്രാമിന്റെ എൻഡിലേക്ക് നമ്മൾ വരുന്നു. എൻ്റെ പേര് ഫാദർ സജി. പ്രത്യേകിച്ച് ഈ തീരുമാനങ്ങൾ കൈക്കൊള്ളുക എന്ന വിഷയത്തിന്റെ വിവിധ വശങ്ങൾ അത് അനുഭവത്തിന്റെയും പഠനത്തിന്റെയും ഒക്കെ വെളിച്ചത്തിൽ മനോഹരമായ ഒരു ക്ലാസ്സാണ് കേട്ടത്. പ്രത്യേകിച്ച് ക്ലാസ് കൈകാര്യം ചെയ്ത മീര മാമിനോടുള്ള സന്തോഷം അറിയിക്കുന്നു. അതുപോലെ ചെങ്ങന്നൂർ ഭദ്രാസനം ലൈഫ് സ്കില്ലുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി മനോഹരമായി ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തു. വൈദികർ ഉള്ള സന്തോഷം അറിയിക്കുന്നു. ഈ ക്ലാസ്സിൽ എല്ലാത്തിലും പൂർണ്ണമായി പങ്കെടുക്കാൻ പറ്റിയില്ല എങ്കിലും സമയമുള്ളപ്പോഴൊക്കെ അതിൽ കയറാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഇനിഷ്യേറ്റീവ് പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. താങ്ക് യു. താങ്ക് യു അച്ഛൻ. സജി മേക്കാട്ടച്ചൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മോട്ടിവേഷൻ ക്ലാസ്സും ഒക്കെ എടുക്കുന്ന ആളാണ്. ഇപ്പൊ അച്ഛൻ വിദേശത്താന്ന് തോന്നുന്നു അല്ലേ? തിരിച്ചു വന്നോ? നാട്ടിൽ വന്ന നാട്ടിൽ വന്നു. അച്ഛന്റെ നല്ല വാക്കുകൾക്ക് പ്രത്യേകം സന്തോഷം. ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ സന്തോഷകരമായ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നതിനേക്കാളും നല്ലത് ബുദ്ധിപൂർവമായ തെരഞ്ഞെടുപ്പല്ലേ? മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്നതല്ല, നമുക്ക് അവനവൻ ബുദ്ധിപൂർവമായി പ്രായോഗിക തലത്തിൽ തെരഞ്ഞെടുക്കുന്നതല്ലേ? ആ ചിന്താഗതിയല്ലേ കൂടുതലും അഭികാമി എന്ന് പറയുന്നു. തീർച്ചയായും നമ്മുടെ പ്രായോഗിക ബുദ്ധിയിൽ തന്നെയാണ് നമ്മുടെ തെരഞ്ഞെടുപ്പുകൾ എപ്പോഴും ആത്യന്തികമായി നമ്മുടേത് തന്നെ ആയിരിക്കണം എന്ന് തന്നെയാണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. അഭിപ്രായങ്ങൾ നമുക്ക് എപ്പോഴും നല്ല നിർദ്ദേശങ്ങൾ നമ്മൾ കേൾക്കുന്നത് കൊണ്ടൊരു പ്രശ്നം അവിടെ ഉണ്ടാവുന്നില്ല. ചിലപ്പോൾ നമുക്ക് അത് ലിങ്ക് ചെയ്യാൻ പറ്റും നമ്മുടെ അഭിപ്രായങ്ങളുമായിട്ട്. നമ്മളെക്കാട്ടിലും അറിവുള്ള ഒരാളുടെ ചിന്തകളെ നമ്മൾക്ക് ചിലപ്പോൾ ലിങ്ക് ചെയ്ത് പോകാൻ പറ്റും. അതും നമ്മുടെ തെരഞ്ഞെടുപ്പ് ആകണം എന്നില്ല, അവര് പറയുന്നത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം എന്നില്ല. പക്ഷെ നമുക്ക് എപ്പോഴും ഈ ലോകത്ത് നമ്മുടെ അറിവുകൾ നമ്മൾ നേടിയെടുക്കുന്നത് തന്നെയാണ്, അല്ലെ? നമ്മുടെ ചുറ്റുമുള്ളവരിൽ നിന്നും നമ്മുടെ പഠനത്തിൽ നിന്നും ഒരിക്കലും നമ്മൾ ആ ഒരു അറിവുകൾ നമ്മൾക്ക് എപ്പോഴും നല്ലതാണ്. മറ്റുള്ളവരുടെ നിർദ്ദേശങ്ങൾ നമ്മൾ കേൾക്കുന്നതും നല്ലതാണ്. ആത്യന്തികമായി നമ്മുടെ തന്നെ തെരഞ്ഞെടുപ്പാണ് നമ്മുടെ ജീവിതം. അതുപോലെ കുട്ടികളെ സംബന്ധിച്ചോളം തെരഞ്ഞെടുപ്പ് അവന് ശരി ഏത് തെറ്റേതെന്ന് അവന് അറിഞ്ഞുകൂടാ.
അവന് സമരസാന്നിധ്യവും സന്തോഷം നൽകുന്നത്, താൽക്കാലിക സന്തോഷം നൽകുന്നത് അവന്റെ സമൂഹത്തിലെ കുട്ടികളിൽ നിന്ന് കിട്ടുന്ന സന്തോഷം, ഇതൊക്കെയാണ്. അപ്പൊ തെരഞ്ഞെടുപ്പ് ശരി ഏത് തെറ്റെന്നുള്ളത് മനസ്സിലാക്കിയെടുക്കുക, അങ്ങനെ ഒരു ബോധവൽക്കരണം അതിന് ഉണ്ടാകേണ്ടതായിട്ട് ആവശ്യമില്ലേ? തീർച്ചയായിട്ടും അവിടെയാണ് സർ നമ്മൾ ഈ പറയുന്ന ലൈഫ് സ്കിൽ ട്രെയിനിങ്ങുകളുടെ ഒരു, ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു സ്കിൽ ട്രെയിനിങ് ഇപ്പോൾ സ്കൂളുകളൊക്കെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. പല സ്കൂളുകളും പുറത്തുനിന്ന് വിളിച്ചിട്ടാണെങ്കിലും മെന്റൽ ഹെൽത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരുപാട് സ്കൂൾ തലങ്ങളിലും കോളേജ് തലങ്ങളിലും ഒക്കെ ഈ ട്രെയിനിങ് സെഷൻസ് ഇപ്പം കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. കാരണം ഇത് അവരറിയണം, അവർ ശാസ്ത്രീയമായി അവരെ ആർജിച്ചെടുക്കേണ്ട ഒരു സ്കില്ല് തന്നെയാണ് എന്നുള്ളത് രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും നമ്മളൊരു അവബോധം കൊടുക്കുന്നുണ്ട്. അവർ ആർജിച്ചെടുക്കണം. അതിനുള്ള ഒരുപാട് ട്രെയിനിങ് സെഷൻസ് ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. പണ്ടൊക്കെ കുടുംബങ്ങളിൽ നിന്നൊക്കെ കുറേയേറെ ആർജിച്ചെടുക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഫാസ്റ്റ് ലൈഫ്, സമയമില്ല എന്നുള്ള ഒരു ഇതിന് മുന്നിൽ പല കുട്ടികളുടെയും ലൈഫ് അവർക്ക് ഇങ്ങനെയുള്ള തെരഞ്ഞെടുക്കുന്നതിനെ ദുഷ്കരമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് നമ്മൾ ശാസ്ത്രീയമായിട്ട്. അവര് സ്വയം ആർജിച്ചെടുക്കണം. അത് നമ്മുടെ ഒരു ഹെൽപ്പ് അതിന് വേണം. അതിലൊരു പ്രൊഫഷണൽ ടച്ചും കൂടെ കൊടുക്കുക എന്നുള്ളതാണ് കുട്ടികൾക്ക്. ഇപ്പം കുട്ടികൾക്ക് മാത്രമല്ല, പ്രായമുള്ളവർക്കും പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാൻ അറിഞ്ഞുകൂടാതെ മരണത്തെ തെരഞ്ഞെടുക്കുന്ന ആളുകളുണ്ട്. വിദ്യാസമ്പന്നരുടെ ഇടയിലാണ് കൂടുതലും കാണുന്നത്. ഇപ്പോൾ അവരെ മാനസികമായി ബലപ്പെടുത്തുന്നതായ ഒരു ബോധവൽക്കരണം കൂടെ ഈ കൂട്ടത്തിൽ നടക്കേണ്ടതായിട്ടുണ്ട്, ലൈഫ് സ്കിൽ നടത്തേണ്ടതായിട്ടുണ്ട്. അതെ, തീർച്ചയായും നമുക്ക് ആവശ്യമാണ് ഇത്തരത്തിലുള്ള സെഷൻസ്. ഇത് കേവലം ഒരു മണിക്കൂറിൽ നമ്മൾ ആർജിച്ചെടുക്കേണ്ട ഒന്നല്ല. വിവിധ സെഷനുകളിലൂടെ, വിവിധ ആശയ സംവാദങ്ങളിലൂടെ ഒക്കെ നമ്മൾ ആർജിച്ചെടുക്കേണ്ടതാണ്. അങ്ങനെ ആയി തീരട്ടെ നമ്മുടെ സമൂഹം. തീർച്ചയായും. താങ്ക് യു സർ. ഞാൻ ആലീസ് കറിയ, തിരുവനന്തപുരത്ത് നിന്നാണ്. പല ക്ലാസ്സിലും അറ്റൻഡ് ചെയ്യുന്നുണ്ട്. റെനീച്ചിന്റെയും നൈനാൻസിന്റെയും ഒക്കെ നേതൃത്വത്തിലും കുറ്റൂർ ഇടവക യുവജന പ്രസ്ഥാനത്തിന്റെയും MGSSന്റെ ആഭിമുഖ്യത്തിൽ ഇങ്ങനെ ലൈഫ് സ്കിൽ ട്രെയിനിങ് നടത്തുന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഇത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ അടുത്തിടെ ഉണ്ടായ പല സംഭവങ്ങളും നമ്മുടെ തല കുനിക്കുന്നതാണ്. നമ്മൾ സഭാതലത്തിലൊക്കെ സൺഡേ സ്കൂൾ യുവജന പ്രസ്ഥാനങ്ങളൊക്കെ നമുക്ക് ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ ആണ് അൾട്ടിമേറ്റ്ലി തരുന്നതെങ്കിൽ പോലും കോട്ടയത്തൊക്കെ നടന്ന 1-2 ആത്മഹത്യകൾ എന്ന് പറയുന്നത് വീണ്ടും നമ്മൾ ഇതിന്റെ ട്രെയിനിങ്ങിന്റെ അപര്യാപ്തത സൂചിപ്പിക്കുന്നതാണ്. അത് പോരാ എന്നുള്ളതും ഇതുപോലെയുള്ള ട്രെയിനിങ് ഭദ്രാസന തലത്തിൽ ഇടവക തലത്തിലും നടത്തേണ്ടെന്നുള്ള ഒരു അത്യാവശ്യമാണ് സൂചിപ്പിക്കുന്നത്. പ്രശ്നങ്ങളില്ലാത്ത ജീവിതമില്ല, പക്ഷെ അതിനെ അഭിമുഖീകരിക്കുന്നത് എങ്ങനെയെന്ന് കുഞ്ഞുങ്ങളെ ഒന്ന് പരിശീലിപ്പിക്കേണ്ടത് അത്യാവശ്യമാണെന്നാണ് ഇത് ബോധ്യപ്പെടുന്നത്. അതായത് അതിനൊരു ഇനീഷ്യേറ്റീവ് ചെങ്ങന്നൂർ ഭദ്രാസനത്തിൽ നിന്ന് നടത്തിയതെന്ന് പറയുന്ന ഏറ്റവും നല്ല ഒരു പ്രതീക്ഷ നൽകുന്ന കാര്യമാണത്. തിരുമേനിയുടെ സമ്മതത്തോടെ മറ്റുള്ള ഓരോ കൂട്ടായ്മകളിലും ഓരോ ഇടവുകളിലെ യുവജന പ്രസ്ഥാനങ്ങളിലും ഇങ്ങനെയുള്ള ട്രെയിനിങ് നടത്തണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഒരു സജഷനുള്ള ഇത്രയും 10 മാസം നീണ്ടുപോകാതെ ഒരു ഗ്യാപ്പ് ഇച്ചിരി കുറച്ച് 5 മാസം കൊണ്ട് പൂർത്തിയാക്കുന്നത്